എസ് എസ് വേൾഡ് അക്കാദമിയുടെ HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്ന മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ് ഡിസ്പേർഷൻ ആൻഡ് സിമ്പിൾ കോറിലേഷൻ ഇൻ എക്കണോമിക്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എസ് എസ് വേൾഡ് അക്കാദമിയുടെ കോഴ്സിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും ജില്ലയും മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ കോഴ്സ് ഫീ ഒക്കെ വളരെ കുറവാണ്. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് എക്സാം ബാച്ച് അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം അടങ്ങുന്ന 2 ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി എക്സാം ബാച്ച് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും മെറ്റീരിയലും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിന് 699 രൂപ മാത്രമാണ് വരുന്നത്. താല്പര്യമുള്ള ആളുകൾ ഇവിടെയുള്ള നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേരും ജില്ലയും വാട്സപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പബ്ലിക് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ് ഡിസ്പേർഷൻ ആൻഡ് സിമ്പിൾ കോറിലേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ടോപ്പിക് അനുസരിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ എപ്പോഴും അത് കോഴ്സ് ഗ്രൂപ്പിൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യാം, ടോപ്പിക് അനുസരിച്ചിട്ടുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 100 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 12ഓളം മോഡൽ ക്വസ്റ്റ്യൻ 100 മാർക്കിൻ്റെ കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള അതേ രീതിയിലുള്ള മേഖലകളിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ എക്സാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്ത് അതിലെ ക്വസ്റ്റ്യൻസും അതിലെ ടോപ്പിക് അനുസരിച്ചും അതുപോലെ തന്നെ 100 മാർക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ NCERT SCERT പുസ്തകത്തിലുള്ള ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരുമായി ബന്ധപ്പെട്ട നിർവചനമാണ് ഏത്? മറ്റു മൂല്യങ്ങളെല്ലാം ചുറ്റും കൂട്ടമായി നിൽക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ മൂല്യമാണ് കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ എന്നുള്ളത് ആരുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആരാണ് ഇതിൻ്റെ ഉത്തരം? ഓപ്ഷൻ സി ആണ്, സിപ്സൺ ആൻഡ് കാഫ്ക ആണ് ഈ ഡെഫിനിഷൻ ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്താണ്? മറ്റു മൂല്യങ്ങളെല്ലാം ചുറ്റും കൂട്ടമായി നിൽക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ മൂല്യമാണ് കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. ഇവിടെ നമ്മൾ ഒരു ആവറേജിൻ്റെ ഒക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ അദ്ദേഹത്തിന് കിട്ടിയ മൊത്തം കളിയിൽ ഒക്കെ അദ്ദേഹം കളിച്ച മൊത്തം കളികളുടെ ടോട്ടൽ എത്ര സ്കോർ നേടിയിട്ടുണ്ട് അതിനെ കളിച്ച കളിയുടെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ശരാശരി കിട്ടും അല്ലേ. അപ്പോൾ ഒരു ഏകദേശം അദ്ദേഹം ഒരു നല്ലൊരു ആവറേജ് കളിക്കാരനാണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് മറ്റു മൂല്യങ്ങളെല്ലാം ചുറ്റും കൂട്ടം കൂടി നിൽക്കുന്ന വിധത്തിലുള്ള ഒരു മാതൃകാ മൂല്യമാണ് കേന്ദ്രീയ പ്രവണതയുടെ അളവുകൾ. ആരാണ്? സിപ്സൺ ആൻഡ് കാഫ്ക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ് നല്ലൊരു ശരാശരിയുടെ ആവശ്യ ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇവിടെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. 1, 2, 3 ആണ്. ഒന്നെന്താണ്? അത് ഗ്രഹിക്കാൻ എളുപ്പമുള്ളതാവണം. അങ്ങനെ പറഞ്ഞാൽ ശരാശരി അവറേജ് ഇത് ഗ്രഹിക്കാൻ എളുപ്പമുള്ളതാവണം. പിന്നെ ഏതാണ്? ശരാശരി കണക്കാക്കുന്നത് എളുപ്പമുള്ളതാവണം. മാത്രമല്ല അത് എല്ലാ ഇനങ്ങളുടെയും അടിസ്ഥാനപ്പെടുത്തിയുള്ളതാവണം. ഇപ്പം കണ്ടില്ലേ, ഒരു ക്രിക്കറ്റ് കളിക്കാരന് അദ്ദേഹം 100 മാച്ച് കളിച്ചു. 100 മാച്ചിൽ അദ്ദേഹത്തിന് കിട്ടിയ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 10,000 ആണ്. ഓക്കെ, 10,000 റൺസാണ് അദ്ദേഹത്തിന് 100 മാച്ചിൽ അദ്ദേഹം എന്ത് ചെയ്തു, 100 കളികളിൽ അദ്ദേഹം മൊത്തം എടുത്ത സ്കോർ 100 സോറി 10,000. അപ്പം അദ്ദേഹത്തിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. 100 കളി കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് നമുക്ക് കിട്ടും എത്രയാണ്? 100 എന്നുള്ളത്. അപ്പോൾ ഒരു കളിയിൽ അദ്ദേഹം ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്? 100 റണ്ണ് സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ അല്ലേ ആരും അങ്ങനെ നേടിയിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊക്കെ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം എന്താണ്? എല്ലാ ഇനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി അല്ലേ. അദ്ദേഹം 100 കളി കളിച്ചു, അദ്ദേഹം മൊത്തം കളിയിലെടുത്ത സ്കോർ അവിടെ എടുത്തു അല്ലേ. അപ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുത്തിയിട്ടുള്ളതാവണം. അങ്ങനെ അവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് അമിത ഇനങ്ങളാൽ എന്ത് ചെയ്യരുത്, അനുചിതമായി അത് ബാധിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോറി, ഇവിടെ ഒരു പോയിന്റ് കൂടി പറയാനുണ്ടല്ലോ. എന്താണത് തെറ്റ് എന്നുള്ളത് പറയാം. അമിതമായ ഇനങ്ങളാൽ അത് അനുചിതമായി ബാധിക്കണം. അതായത് ബാധിക്കില്ല എന്നുള്ളതാണെങ്കിൽ ബാധിക്കരുത് എന്നാണ് പറയുന്നത്. അനുചിതമായ ഇനങ്ങൾ അത് അമിതമായ ഇനങ്ങളാണ് അത് അനുചിതമായി ബാധിക്കരുത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ബാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി ഇവിടെ എന്താണ്? നല്ലൊരു ശരാശരിയുടെ ആവശ്യ ഘടകങ്ങൾ ഏതെല്ലാം? ഏതാണ്? ശരാശരി അയവില്ലാത്ത വിധം നിർവചിക്കപ്പെട്ടിരിക്കണം. പിന്നെ ശരാശരി പിന്നീടുള്ള ബീജഗണിത വിശകലനത്തിന് കഴിവുള്ളതാവണം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് എന്ത് ചെയ്യണം?
ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിലൊരു കുട്ടിയുടെ മാർക്ക് അതിൻ്റെ ശരാശരി എടുത്തിട്ട് എന്ത് ചെയ്യാണ് 8ാം ക്ലാസ്സിലുള്ള കുട്ടി, ആ കുട്ടിയെ പിന്നെ അടുത്തത് 9ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യണോ, അപ്പോൾ ആ അവറേജ് എന്ത് ചെയ്യുന്നുണ്ട്, അത് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക്, അല്ലെങ്കിൽ അടുത്ത വേറൊരു വിശകലനത്തിലേക്ക്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എല്ലാ വിഷയങ്ങളിലും ആ കുട്ടിയുടെ ഒരു പെർഫോമൻസ് ഒരു വിഷയത്തിൽ മാത്രമല്ല, അങ്ങനെയല്ല എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ മേഖലയിലും എന്ത് ചെയ്യണം, ഇത് പിന്നീട് ബീജഗണിത വിശകലനത്തിന് എന്ത് ചെയ്യണം, കഴിവുള്ളതായിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം, അതിന് സാമ്പിളിംഗ് സ്ഥിരത ഉണ്ടായിരിക്കണം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഡേറ്റയ്ക്ക് സാമ്പിളിംഗ് സ്ഥിരത ഉണ്ടായിരിക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ 3 ശരി വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം. കേന്ദ്രീയ പ്രവണതയുടെ വ്യത്യസ്ത അളവുകൾ. നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ് എന്നാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഈ ഒരു വിഷയത്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കേന്ദ്രീയ പ്രവണതയുടെ വ്യത്യസ്ത അളവുകൾ, ശരാശരികൾ ഏതെല്ലാം, ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആവറേജ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നോക്കാം. ഇതെല്ലാം ശരിയാണ് അല്ലേ? മാധ്യം, അരിതമെറ്റിക് മീൻ, അതിൻ്റെ കൂടെ ഇംഗ്ലീഷും പഠിച്ചു പോവുക, മലയാളവും ഇംഗ്ലീഷും പഠിച്ചു പോവുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ മീഡിയൻ കാണാൻ പറയും, അല്ലെങ്കിൽ മാധ്യകം എന്ന് പറയും, ബഹുലകം എന്ന് പറയും. ബഹുലകം എന്ന് പറഞ്ഞാൽ മോഡ്, മാധ്യം എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് മീൻ. ഓക്കെ, ഇവിടെ മാധ്യകം, ദെൻ ബഹുലകം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഇവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ട ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസർ കീ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെ കിട്ടിയത് എന്നുള്ളതൊക്കെ പറയും. വളരെ പെട്ടെന്നായിരിക്കും, ഫാസ്റ്റായിട്ടായിരിക്കും പറയാം. അപ്പോൾ ഈ കണക്കൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ഇത് പ്രിൻ്റ് എടുത്ത് വെച്ച ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് അവിടെ തന്നെ എന്ത് ചെയ്യുക, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും, അത് മതി. ഓക്കെ, ചെറുതാക്കി അവിടെ എഴുതിയാൽ മതി. അപ്പോൾ പോസ് അടിച്ചിട്ട് ആദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇവിടെ എന്താ ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള വിവരങ്ങൾ ഒരു പട്ടികയിലെ കുടുംബങ്ങളുടെ പ്രതിമാസ വരുമാനമാണ് കാണിക്കുന്നത് അല്ലേ? പ്രതിമാസ വരുമാനം. ഇപ്പോൾ ഇത് ഓരോ കുടുംബങ്ങളാണിത്. 270 ഒരു കുടുംബം, 280, 95, 98, 100, 75, 82, 90, 110, 60. അപ്പോൾ അത് മൊത്തം എത്ര കുടുംബങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 കുടുംബങ്ങളാണ് മൊത്തം ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് ഇതിൻ്റെ സമാന്തരമാദ്യം കാണാനുള്ള ഇക്വേഷനാണിത്. എക്സ് ബാർ ഈക്വൽ ടു ദെൻ സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ അല്ലേ? എന്താണ് എക്സ് ബാർ? ഇവിടെ കൊടുത്തുള്ള നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ വരുമാനമാണ് ഇവിടെ എക്സ് എന്ന് പറയുന്നത്. ഇതാ മൊത്തം, ഇത് മൊത്തം ടോട്ടൽ എടുക്കുക. 270 പ്ലസ് 180, 95, 98, 100 പ്ലസ് 75 പ്ലസ് 82 പ്ലസ് 110 പ്ലസ് 600. അവസാനം എത്ര കിട്ടും? ഇതൊക്കെ കൂട്ടിയാൽ 1700 നമുക്ക് കിട്ടും അല്ലേ? ഇവിടെ 1700 ഡിവൈഡഡ് ബൈ എത്രയാണ്? എത്ര കുടുംബങ്ങളുണ്ട്? 10 കുടുംബങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എത്ര ആയിരിക്കും ആൻസർ? ഈ 0 വെട്ടിപ്പോയി. നമുക്കിവിടെ കാൽക്കുലേറ്റർ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ടെക്നിക്സ് ആണല്ലോ. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 170 എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ള മാധ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. ഇതൊക്കെ സിമ്പിൾ ചോദ്യമാണ് കേട്ടോ, ഇതൊന്നും വെറുതെ കളയരുത്. നമുക്ക് എന്തായാലും ഒരു മാർക്ക് ഇത് കിട്ടും. ഇതൊക്കെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കുകളാണ് ഇതൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെയൊക്കെ ടോട്ടൽ എടുക്കുക. ആദ്യം ഇതിൻ്റെ ടോട്ടൽ മൊത്തം എടുത്തിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സമാന്തര മാധ്യം കാണാനാണ് പറഞ്ഞു കേട്ടോ. സമാന്തര മാധ്യം അല്ലെങ്കിൽ ഇതിൻ്റെ മാധ്യകം കാണാനൊക്കെ പറയുമ്പോൾ നമ്മൾ അടുത്ത വേറെ ട്രിക്കാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്. ഇങ്ങനെ മൊത്തം ടോട്ടൽ എടുത്ത് അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുന്നല്ല ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സമാന്തര മാധ്യം അരിതമെറ്റിക് മീൻ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, മൊത്തം കൂട്ടിയിട്ട് അത് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഏതാണ്? 170 കിട്ടിയ ആൻസർ. ഇനി അടുത്തത്, നിരീക്ഷണങ്ങളുടെ എണ്ണം വളരെ കൂടുതലോ സംഖ്യകൾ വളരെ വലുതോ ആണെങ്കിൽ സമാന്തര മാധ്യം പ്രത്യക്ഷ രീതിയിൽ കണക്കാക്കുക പ്രയാസമാണ്. കാരണം നിരീക്ഷണങ്ങളുടെ വിപുലമായ എണ്ണം പരസ്പരം കൂട്ടുകയും അതുപോലെ വിപുലമായ സംഖ്യകൾ എണ്ണിയെടുക്കുകയും വേണം. അത്തരം സന്ദർഭങ്ങളിൽ കണക്ക് കൂട്ടുന്നതിന് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ പ്രത്യക്ഷ രീതി, അതുപോലെ പദവ്യതിചലന രീതി, സാങ്കല്പികമാന രീതി. ഓക്കെ, ഇത് ബി ആണേ. ഇതിൽ നമുക്ക് ഏതാണ് ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത്? സാങ്കല്പികമാന രീതിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്ദർഭം എങ്ങനെയായിരിക്കണം? നിരീക്ഷണങ്ങളുടെ എണ്ണം വളരെ കൂടുതൽ, മാത്രമല്ല സംഖ്യകൾ വളരെ വലുതോ ആണെങ്കിൽ. ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സംഖ്യകളൊക്കെ വളരെ വലിയ സംഖ്യകൾ, ഇപ്പോൾ ഓരോന്നും വെച്ചിട്ട് എന്ത് ചെയ്യണം? 1700, 1800, 1300 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ വലിയ സംഖ്യകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സാങ്കല്പികമാന രീതി ഉപയോഗിക്കാമെന്നുള്ളതാണ്. കാരണം നിരീക്ഷണങ്ങളുടെ വിപുലമായ എണ്ണം പരസ്പരം കൂട്ടുകയും അതുപോലെ വിപുലമായ സംഖ്യകൾ എണ്ണിയെടുക്കുകയും വേണം.
അത്തരം സന്ദർഭങ്ങളിൽ കണക്ക് കൂട്ടുന്ന രീതിയാണ് ഇത് നമ്മുടെ സാങ്കല്പിക മാന്യ രീതി. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് അസ്യൂംഡ് മീൻ മെത്തേഡ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആൻസർ ഫസ്റ്റ് പറയുന്ന പോലെ മൊത്തം എണ്ണ എല്ലാത്തിനെയും കൂട്ടിയിട്ട് അതിന് എണ്ണം കൊണ്ട് ഹരിച്ചാലൊക്കെ കിട്ടുന്ന അതേ ഒരു ആൻസർ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ നമ്മളോട് ഒരിക്കലും അത് കിട്ടി തന്നത് സാങ്കല്പികമാകുന്ന രീതിയിൽ കാണാനുള്ള ചോദിക്കില്ല, കാരണം എങ്ങനെ കണ്ടാലും ഉത്തരം ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷെ തന്നത് വലിയൊരു ഡാറ്റയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ഉപയോഗിക്കണം, ഈ സാങ്കല്പികമാകുന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊരു കണക്ക് നോക്കാം. ഇപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഇങ്ങനെ തന്നിട്ടുള്ള ഇപ്പോൾ കുറച്ച് നിരീക്ഷണങ്ങൾ, കുറച്ച് വാല്യൂസ് തന്നു. ആ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, സാങ്കല്പിക മാന്യം, ഈ തന്നിട്ടുള്ള സംഖ്യകളുടെ സാങ്കല്പിക മാന്യം കാണാനാണ് പറഞ്ഞത്. ഏത് രീതിയിൽ, നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡിൽ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് ഇതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് മാത്രം. ആദ്യം നമുക്കിവിടെ ഇക്വേഷൻ അറിയണം. എന്താണ് അസ്യൂംഡ് മീൻ മെത്തേഡിൻ്റെ ഇക്വേഷൻ? എക്സ് ബാർ ഈക്വൽസ് എ പ്ലസ് എ, ഇവിടെ ഉദ്ദേശിക്കുന്നത് അസ്യൂംഡ് മീൻ ആണ്. ഓക്കെ, ദെൻ സിഗ്മ ഡി ഡിവൈഡഡ് ബൈ എൻ. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഈ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 42, 52, 51, 67, 61, 57, 63, 71, 54, 62. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യ എന്ത് ചെയ്യുക, അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിൽ ഏകദേശം ഒരു സെൻറ്ററിൽ നിൽക്കുന്നത് ഇപ്പോൾ 57 അല്ലെങ്കിൽ 61, ഏതെങ്കിലും നമുക്ക് എടുക്കാം. ഏതെടുത്താലും ഉത്തരം കിട്ടും. നമ്മളിവിടെ 57 എന്ത് ചെയ്യുകയാണ്, അസ്യൂംഡ് മീൻ ആയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഓരോ എക്സിൽ നിന്നും ഈ അടുത്ത 57 കുറക്കണം. ഇപ്പം 42 57 കുറച്ചാൽ എത്രയായിരിക്കും? അപ്പോൾ നമ്മൾ ആ മൈനസ് പ്ലസ് ചിഹ്നമൊക്കെ അവിടെ കൊടുക്കണം. അപ്പോൾ 42 പറഞ്ഞല്ലോ, 42 മൈനസ് 57 എത്രയായിരിക്കും? അപ്പോൾ ആൻസർ വരിക ഇതാ -15. ഇനി 52 മൈനസ് 57 -5, 51 മൈനസ് 57 -6, 47 മൈനസ് 57 എത്രയായിരിക്കും? -10, 61 മൈനസ് 57. പിന്നെന്താണ്, 61 57 കുറക്കണം. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ആവും അല്ലേ? നമ്മൾ സിമ്പിൾ മാത്സ് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, പിന്നെ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ 61 57 കുറച്ചാൽ എത്ര കിട്ടും? 4 ആയിരിക്കും അല്ലെ? എന്തുകൊണ്ട് മൈനസ് ഒന്നില്ല? കാരണം നമുക്കറിയാം ഇവിടെ വലിയ സംഖ്യയുടെ ചിഹ്നം ഇവിടെ പോസിറ്റീവാണ്. ഈ പോസിറ്റീവ് ഉള്ളതിനൊക്കെ ഇവിടെ അങ്ങനെ പോസിറ്റീവ് കൊടുക്കണം എന്നില്ല അല്ലേ? അപ്പോൾ 4 അങ്ങനെ കിട്ടി. ഇനി 57 57 കുറച്ചാൽ 0, 63 57 കുറച്ചാൽ +6, 71 57 കുറച്ചാൽ +14, 54 57 കുറച്ചാൽ എത്ര കിട്ടും? -3, 62 57 കുറച്ചാൽ +5. ഇനി ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരുപാട് പ്ലസും മൈനസും കിട്ടി, ഒന്നും ചെയ്യാനില്ല. ഈ മൈനസ് സംഖ്യകളൊക്കെ എടുക്കുക. ഏതൊക്കെയാണ്? ഞാനിവിടെ അങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ മൈനസ് സംഖ്യകളൊക്കെ കൂട്ടി എത്ര കിട്ടും? 15 5 20, 20 6 26, 26 അതുപോലെ 36, 36 3 39 അല്ലേ? അത് 39 എന്ന് അവിടെ എഴുതിയിട്ട് അതിന് ചിഹ്നം എന്ത് കൊടുക്കുക? കാരണം മൈനസ് സംഖ്യകളൊക്കെ അല്ലേ കൂട്ടിയത്, അതിന് മൈനസ് കൊടുക്കുക. ഇനി ഇവിടെ പോസിറ്റീവ് സംഖ്യകളൊക്കെ എടുക്കുക. 5ഉം 14ഉം 6ഉം 4ഉം കൂട്ടി എത്ര കിട്ടും? 24 കിട്ടും. അതവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ പോലെ 39 +29 എന്ത് ചെയ്യണം? ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ 1 - 1 പ്ലസും വന്നാൽ എന്ത് ചെയ്യുക? തമ്മിൽ കുറക്കണം അല്ലേ? 1 - 1 പ്ലസ് ആണെങ്കിൽ കുറക്കണം. കുറച്ചാൽ എത്ര കിട്ടും? കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 10 ആയിരിക്കും. ഇനി ചിഹ്നം ഏതിടണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അല്ലേ? ചിഹ്നം ഈ ഒരു സാഹചര്യത്തിൽ ഏതാ കൊടുക്കുക? കാരണം വലുതിൻ്റെ ചിഹ്നം മൈനസ് അല്ലേ? 39 29 ഏതാ വലുത്? 39 അല്ലേ? അപ്പോൾ അത് -10 കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? സിഗ്മ ഡി കിട്ടി. സിഗ്മ ഡി. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. അതവിടെ ചെയ്തത് ഏതെടുത്തത്? 57. സിഗ്മ ഡി -10 ഇതെത്രയാണ്? 57 അല്ലേ? ഇവിടെ നോക്കുക, 10ഉം -10ഉം തമ്മിൽ വെട്ടിപ്പോവും അല്ലേ? 1 -1 ആയിരിക്കും. 57 -1 കുറച്ചാൽ 56 നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാവാത്ത ആളുണ്ട് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കേട്ടാൽ മതി. സിമ്പിളായിട്ട് തന്നെ ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇനിയും മനസ്സിലാവാത്ത ആളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, യെസ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് രീതിയിൽ സമാന്തരവാദ്യം കണക്കാക്കുന്നതിൻ്റെ സമവാക്യമാണ്. അപ്പോൾ ഇനി കുറച്ച് ഹയർ ലെവലിലേക്കൊന്നും പരീക്ഷയ്ക്ക് ഒരിക്കലും ചോദ്യം, കാരണം ഇതൊക്കെ തന്നെ കുറച്ച് ടഫ് ചോദ്യങ്ങളാണ്. ഒരുപാട് സമയം ആദ്യമേ തന്നെ പോകും. അപ്പോൾ പക്ഷേ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതേതാണ്? താഴെ കൊടുത്തിരിക്കുന്ന ഏത് രീതിയിൽ സമാന്തരവാദ്യം കണക്കാക്കുന്നതിൻ്റെ സമവാക്യമാണ്. എങ്ങനെ ഇത് പറയാം? x ബാർ ഈക്വൽസ് a പ്ലസ് സിഗ്മ ഡി ഡാഷ് ഡിവൈഡ് ബൈ n ഇൻറ്റു സി. ഓക്കെ, ഇതേതാണ്? പദവ്യതി
ചലന രീതിയാണ്, പദവ്യതി ചലന രീതിയുടെ ഇക്വേഷനാണ്. ഡി ഉള്ളത് എന്താവും? ഡി ഡാഷ് ആവും. ഓക്കെ, അപ്പം ഇനി അതിൻ്റെ കണക്കൊന്നും ചെയ്യണമെന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കോളൂ. ഇനിയിപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും അറിയണം എന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നേരത്തെ ചെയ്ത അതേ കണക്ക് തന്നെയാണ്. ഇവിടെ നമ്മൾ ഇനി എന്താണ് ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായില്ലേ? ഒരു അസ്യൂംഡ് മീൻ എടുത്തു. ഇപ്പം ഈ ഒരു ചോദ്യത്തിൽ നമ്മളിവിടെ അസ്യൂംഡ് മീൻ എടുത്തിട്ടുള്ളത് എത്രയാണ്? 50 ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ ഈ 40 നോക്ക് 50 കുറക്കുക, അപ്പോൾ ഇവിടെ കിട്ടുന്ന ഒരു ആൻസർ ഉണ്ട് അല്ലേ? അപ്പം നമുക്കിവിടെ നിങ്ങളിത് പൊതുവായിട്ടൊരു കാര്യം നോക്കുക. ഈ കിട്ടിയ ആൻസർ ഒക്കെ 10, 15, 10, 20, 20, 25, 15, 25, 30 അല്ലേ? ഇതിനെയൊക്കെ നമുക്ക് പൊതുവായിട്ടൊരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? 2 കൊണ്ട് ഹരിച്ചാൽ ചിലപ്പോൾ ചില സംഖ്യകളൊക്കെ പോയിന്റ് സംഖ്യ വരും അല്ലേ? ഇപ്പോൾ 15 2 കൊണ്ട് ഹരിച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ 7.5 വരും. അപ്പോൾ അത് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് പൊതുവായിട്ടൊരു സംഖ്യ ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റും? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലേ? അതുകൊണ്ട് അപ്പോൾ ഈ ഒരു 5 കൊണ്ട് ഈ കിട്ടിയ സംഖ്യകളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഈ 5 കിട്ടിയത്? കാരണം ആദ്യം ഈ പറയുന്ന കിട്ടിയ ഡി പ്രകാരം, അതായത് എക്സ് എന്ന് നമുക്ക് കിട്ടിയ അസ്യൂംഡ് മീനിൽ നിന്ന് കുറച്ച് ആൻസറിനെയൊക്കെ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റിയൊരു സംഖ്യ ഏതാ നോക്കുക. അങ്ങനെ നമുക്ക് 5 കിട്ടിയത്. 5 ഇവിടെ കൊടുത്തു അല്ലേ? എന്നിട്ട് ആ 5 കൊണ്ട് ഇതിനെയൊക്കെ ഡിവൈഡ് ചെയ്യുക. -10 ഹരിക്കണം 5 എത്രയാവും? -2. -15 ഹരിക്കണം 5 എത്രയായിരിക്കും വരിക? -3. 10 ഹരിക്കണം 5 2. പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് സൈനും കൊടുക്കുക, ചിഹ്നം കൊടുക്കണം. കാരണം അതിന് ആവശ്യമുണ്ട്, ചിഹ്നം ഇടാതിരിക്കാൻ പറ്റില്ല. 20 ഹരിക്കണം 5 4 ആയിരിക്കും. -20 ഹരിക്കണം 5 -4 പിന്നെ 0. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ എന്തായിരിക്കും? ഡി ഡാഷ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഡി ഡാഷ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ഈ കിട്ടിയ മൈനസ് സംഖ്യകളൊക്കെ കൂട്ടുമ്പോൾ -20 കിട്ടും. പോസിറ്റീവ് സംഖ്യകളൊക്കെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് +14 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? നേരത്തെ ചെയ്ത പോലെ തന്നെ -20 + 14 തമ്മിൽ കുറക്കുക, വലുതിൻ്റെ ചിഹ്നം -ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ഡി ഡാഷ് കിട്ടി അല്ലേ? സിഗ്മ ഡി ഡാഷ്. ഇനി ഇത് ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ? അസ്യൂംഡ് മീൻ എടുത്തു 50 പ്ലസ് സിഗ്മ ഡി ഡാഷ് -6 / 10 ഇൻറ്റു പിന്നെ അവിടെ ഇക്വേഷനിൽ എന്തുകൂടി ഉണ്ട്? സി കൂടി ഉണ്ട്. അതായത് ആ കോമൺ ഫാക്ടർ, കോമൺ ആയിട്ട് നമ്മൾ എടുത്തത് ഏതാണ്? 5 ആണ് എടുത്തത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അത് ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 50 പ്ലസ് എത്രയാണ് വന്നത്? -6 / 10 ഇൻറ്റു 5 അല്ല. ഈ -6 എങ്ങനെ കിട്ടിയത്? ഇൻറ്റു 5 ആണേ. ഓക്കെ, ഇവിടെ ഒന്ന് ഇറേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കുക, ഇൻറ്റു 5. ആ 5 എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? 5 കോമൺ ഫാക്ടറാണ്. അത് തന്നിട്ടുള്ള നമുക്ക് കിട്ടിയ ഡി വാല്യൂ ഉണ്ടല്ലോ, അതിനൊക്കെ എല്ലാം കൊണ്ടും കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റിയതാണ് 5. ഓക്കെ, ഡി ഡാഷ് എങ്ങനെ കിട്ടിയെന്ന് ഇവിടെ കണ്ടു. ആ കോമൺ ഫാക്ടർ വെച്ചിട്ടാണ് അതിനൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് കാണുന്നത്? ഡി കിട്ടിയത്. ഡി ഡാഷ് സിഗ്മ ഡി ഡാഷ് കിട്ടിയത്. അങ്ങനെയാണ് -6 വന്നത്. ഇനി നമുക്കിവിടെ ചെയ്യാം 50 പ്ലസ് ഈ 50 ഇതേപോലെ തന്നെ ഇറക്കി എഴുതണം അല്ലേ? ഇനി ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ വേണമെങ്കിൽ ഇതിനെങ്ങനെ വെട്ടിക്കളയാം. ഇവിടെ എത്ര കിട്ടും? 2 വരും അല്ലേ? പിന്നെ ഇവിടെ എത്രയായിരിക്കും വരിക? -6 പിന്നെ 2 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -3 വരും. ഇവിടെ ഒരു പോസിറ്റീവ് ഇവിടെ ഒരു മൈനസ് ആകുമ്പോൾ അതെന്തായി മാറും? മൈനസായി മാറും. ഓക്കെ, അപ്പോൾ ആൻസർ 47. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ അസ്യൂംഡ് മീനിലേക്ക് ഒരു കാര്യം ചെയ്തിട്ടുള്ളൂ. അസ്യൂംഡ് മീൻ മെത്തേഡ് നമ്മൾ ഡി വരെ കണ്ട അതിൻ്റെ ടോട്ടൽ എടുത്താൽ മതി. ഇപ്പോൾ ഇവിടുന്ന് ഇതിൻ്റെ ടോട്ടൽ എടുത്താൽ ഏത് കഴിഞ്ഞു? അസ്യൂംഡ് മീൻ മെത്തേഡ് പ്രകാരം കാൽക്കുലേഷൻ കഴിഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഡീവിയേഷനിൽ അതിൻ്റെ ഒരു കോമൺ ഫാക്ടർ കൂടി എടുക്കണം. ആ കോമൺ ഫാക്ടറിൻ്റെ ടോട്ടലാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതാണ് ഇവിടെ ഈ -6 ഇവിടെ നമുക്ക് കിട്ടിയത്. ഓക്കെ, എന്നിട്ട് അതിലേക്ക് നമ്മളെടുത്ത് അസ്യൂംഡ് മീൻ 50, സിഗ്മ ഡി ഡാഷ് 6 കൊടുത്തു, പിന്നെ കോമൺ ഫാക്ടർ 5 കൊടുത്തു. ഓക്കെ, ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു സാധ്യതയല്ല കേട്ടോ. ഓക്കെ, 100-ൽ 1% എഴുതി ചോദിക്കാൻ സാധ്യത. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൻസർ ചെയ്യണമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ഇത് ഈസി ആയിട്ട് ചെയ്യാം. ഒരു ക്ലാസ്സിൽ 60 വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിൻ്റെ ദത്തങ്ങളുടെ താഴെ ചേർക്കുന്നു. സമാന്തരമാദ്യം കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സമാന്തരമാദ്യം. അപ്പോൾ ഇവിടുത്തെ ഡേറ്റകൾ നോക്കുക. 20, 30, 40, 50, 60 കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട് അല്ലേ?
അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത ഡാറ്റ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയും. ഓക്കെ, ഇൻഡിവിജ്വൽ സീരീസ് ആണ്. കാരണം 20 മാർക്ക് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. 20 മാർക്ക് കിട്ടിയ 8 കുട്ടികളുണ്ട്, 30 മാർക്ക് കിട്ടിയ 12 കുട്ടികളുണ്ട്, 40 മാർക്ക് കിട്ടിയ 20 കുട്ടികളുണ്ട്, 50 മാർക്ക് കിട്ടിയ 10 കുട്ടികൾ, 60 മാർക്ക് കിട്ടിയ 6 കുട്ടികൾ, 70 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ. അങ്ങനെ മൊത്തം ടോട്ടൽ മാർക്ക് നമുക്ക് എങ്ങനെ കിട്ടും? ഇപ്പോൾ ഇവിടെ പോയിട്ട് ചില ആളുകൾ തെറ്റിക്കും. വിദ്യാർത്ഥികളുടെ എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 1 2 3 4 5 6 7 1 2 3 4 5 6 6 എന്ന് പറയും. അല്ല, ശരിക്കും ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളുടെ എണ്ണം അവിടെ മൊത്തം ടോട്ടൽ എടുക്കണം. അപ്പോൾ എത്രയായിരിക്കും? 8 12 20 10 6 4 പാടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 60 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ്? വിദ്യാർത്ഥികളുടെ എണ്ണം 60. ഓക്കെ, 60 വിദ്യാർത്ഥികളുടെ എണ്ണം. എങ്ങനെ കിട്ടിയത്? ഇത് മൊത്തം കൂട്ടി. ഇനി ഇവിടെ എന്ത് ചെയ്യണം? ഇപ്പം ഞാനിവിടെ ടെക്സ്റ്റ് ബുക്കിലെ ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നും ഇപ്പോൾ ടൈപ്പ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അതേപോലെ ഫോട്ടോ എടുത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക. 20 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 8 കുട്ടികളുണ്ട്. 30 മാർക്ക് കിട്ടിയ 12 കുട്ടികൾ, 40 മാർക്ക് കിട്ടിയ 20 കുട്ടികൾ, 50 മാർക്ക് കിട്ടിയ 10 കുട്ടികൾ, 60 മാർക്ക് കിട്ടിയ 6 കുട്ടികൾ, 70 മാർക്ക് കിട്ടിയ 4 കുട്ടികളുണ്ട്. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ ഇവിടെ നോക്കുക. ഇക്വേഷൻ എന്താണ്? എക്സ് ബാർ ഈക്വൽ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ്. എന്താ പറഞ്ഞത്? നമ്മൾ ഫ്രീക്വൻസി, ഇവിടെ ഏതാണ് ഫ്രീക്വൻസി വരിക? കുട്ടികളുടെ എണ്ണമാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസിയും, ഇവിടെ മാർക്ക് എക്സ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ പറഞ്ഞത് പ്രകാരം, ഇക്വേഷൻ പ്രകാരം എഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാണ് എഫ് എക്സും? ദാ ഈ എഫും എക്സും. ഇവിടെ ചിഹ്നങ്ങളൊന്നും ഇവിടെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നോക്കുക, 20 × 8 എഫ് എക്സ് 160, 30 × 12 360, 40 × 20 എത്ര വരും? 800, 50 × 10 500, 60 × 6 360, 70 × 4 280. ഇനി ഇക്വേഷൻ എന്താ പറഞ്ഞത്? എഫ് എക്സിന് മുന്നിൽ സിഗ്മ ഉണ്ട്. അങ്ങനെ കണ്ടാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഫ്രീക്വൻസിയും മാർക്കും തമ്മിൽ ഗുണിച്ചിട്ടുള്ളതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിൻ്റെ ടോട്ടൽ എടുക്കണം. ഓക്കെ, അതാണ് സിഗ്മ എഫ് എക്സ് 2460. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇവിടെ സിഗ്മ എഫ് എടുക്കുക അല്ലേ? സിഗ്മ എഫ് 60 എങ്ങനെ കിട്ടി? ഫ്രീക്വൻസിയുടെ ടോട്ടലാണ് 60, അതായത് മൊത്തം കുട്ടികളുടെ എണ്ണം. അപ്പോൾ 2460 ഡിവൈഡ് ബൈ 60 എത്ര കിട്ടും? 41 കിട്ടും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഹരിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ കാൽക്കുലേറ്റർ ഇല്ലാതെ ഹരിക്കാം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? പെട്ടെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം സിമ്പിളായിട്ട് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? നമ്മുടെ ഈ ഒരു മാർക്ക് നമുക്ക് കളയാൻ പറ്റില്ല അല്ലേ? ഇപ്പം എങ്ങനെ വരും? 4 6 24 അല്ലേ? 240, പിന്നെ 6 ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതുന്നു. ഇവിടെയും 0 ഇവിടെയും 0, പിന്നെ ഒരു 0 ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതുന്നു അല്ലേ? 160 60. ആൻസർ എത്ര വരും നമുക്ക്? ഇവിടെയൊക്കെ 0 ആയില്ലേ? ഇപ്പോൾ 41. ശരാശരി മാർക്ക് എത്രയാണ്? 41. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഇക്വേഷൻ അറിഞ്ഞാൽ മതി. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ, കാരണം ഇവിടെ നിങ്ങൾ നോക്കുക, ഈ മാർക്ക് കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട്. 20 30 40 50 60 70. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കുന്നത് ഒരു ഗ്രൂപ്പ് ചെയ്ത ഇൻഡിവിജ്വൽ സീരീസ് ആണ് അല്ലേ? ഇനി ഗ്രൂപ്പ് ചെയ്ത കണ്ടിന്യൂസ് സീരീസ് ആകുമ്പം 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, 40 മുതൽ 50 വരെ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി? കുട്ടികളുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര മാർക്ക് കിട്ടിയ 20 മാർക്ക് കിട്ടിയ 8 കുട്ടികൾ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക 160. എന്നിട്ട് ആ കിട്ടിയ ടോട്ടലിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ സമാന്തര മാധ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം കണ്ടോ? പ്രത്യക്ഷ രീതി ഉപയോഗിച്ച് താഴെ കൊടുത്തിട്ടുള്ള ദത്തങ്ങളിൽ നിന്ന് സമാന്തര മാധ്യം കണക്കാക്കുക. ഓക്കെ, പ്രത്യക്ഷ രീതി പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഇനി ഇവിടെ ഇതിൻ്റെയും അസ്യൂംഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ ഒക്കെ ഉണ്ട്. കാരണം അങ്ങോട്ടേക്കൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. ഇത് അനാവശ്യമായിട്ടാ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ബേസ് മാത്രം ഇതിൻ്റെത് അറിഞ്ഞിരുന്നാൽ മതി. ബേസ് തന്നെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്. ഏതാണ്? 0 10 മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു ക്ലാസ്സിൽ പരീക്ഷ നടന്നു. ഇവിടെ 0 മാർക്കിൽ നിന്ന് തുടങ്ങുന്നു അല്ലേ? ഏറ്റവും അവസാനത്തെ മാർക്ക് 60. അപ്പം നമുക്ക് ടോപ്പ് മാർക്ക് മനസ്സിലായി. ടീച്ചർ നടത്തിയ പരീക്ഷയുടെ ടോപ്പ് മാർക്ക് എത്രയാണ്? 60 മാർക്കാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? മൊത്തം കുട്ടികളുടെ എണ്ണം ഫ്രീക്വൻസി ഇട്ടാൽ അതിൻ്റെ ടോട്ടൽ എടുത്താൽ മതി. ഇതിൻ്റെ ടോട്ടൽ എത്ര കിട്ടും? മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ പോസ് അടിച്ചിട്ട് കൂട്ടി വെക്കുക. അപ്പോൾ എത്ര ആൻസർ ആയിരിക്കും? 100 കുട്ടികളുണ്ട് ഈ ക്ലാസ്സിൽ അല്ലേ?
100 കുട്ടികളുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ അതൊരു സോഷ്യൽ സയൻസ് പരീക്ഷ കിട്ടിയ മാർക്കാണ്, 60 മാർക്ക്. അപ്പോൾ 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ ഇതിങ്ങനെ ക്ലാസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ ക്ലാസ്സിലത്തെ കുട്ടികളുടെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? 0 മുതൽ 10 വരെ 5 കുട്ടികൾ, പിന്നെ 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ 10 കുട്ടികളുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, 20 മുതൽ 25 വരെ മാർക്ക്, 30 വരെ മാർക്ക് കിട്ടിയ 25 കുട്ടികളുണ്ട് അല്ലേ? അപ്പോൾ ഇതൊരു കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക കുട്ടികളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആ ക്ലാസ്സിൽ നിങ്ങൾ നോക്കൂ, 30 മുതൽ 40 വരെ 30 കുട്ടികൾ മാർക്ക് അവിടെ ഉണ്ട്, 40 മുതൽ 50 വരെ 20 കുട്ടികൾക്ക് ഉണ്ട്, 50 മുതൽ 60 വരെ 10 കുട്ടികൾക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്? ഇതിൻ്റെ സമാന്തരമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സിലെ കുട്ടികളുടെ മൊത്തം ശരാശരി നമ്മൾ എടുക്കാൻ പോവാണ്. സംഭവം അത്രയാണ് ഉദ്ദേശിച്ചത്. എത്രയാണ് ഇതിൻ്റെ കുട്ടികളുടെ ശരാശരി മാർക്കാണ് നമ്മളിതിവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് എന്ത് ചെയ്യാണ്? മൊത്തം 100 കുട്ടികളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കുട്ടികൾക്കൊക്കെ കിട്ടിയ മാർക്കിൻ്റെ ടോട്ടൽ നമ്മൾ എടുക്കണം. അത്രമാത്രമാണ് അതിൻ്റെ ഒരു എന്താ പറയുക ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഈ ഒരു സമാന്തരം ആദ്യം കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എം ഡിവൈഡ് ബൈ സിഗ്മ എഫ്. ഇപ്പം ഇവിടെ എന്താണ് എം ഇവിടെ വന്നിട്ടുള്ളത്? എം എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ നോക്കുക, 0 മുതൽ 10 വരെ മാർക്ക് കിട്ടിയ എങ്ങനെ നമുക്ക് അതിൻ്റെ ഇതെടുക്കാൻ പറ്റും? എത്ര ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പോൾ 5 കുട്ടികളുണ്ട്, ഇപ്പോൾ ഒരു കുട്ടിക്ക് 1 മാർക്ക് കിട്ടി, അപ്പോഴും അത് ഈ കാറ്റഗറിയിൽ വരും. ഒരു കുട്ടിക്ക് 7 മാർക്ക് കിട്ടി, ഒരു കുട്ടിക്ക് 9 മാർക്ക് കിട്ടി, ഒരു കുട്ടിക്ക് 0 മാർക്ക് കിട്ടി. അപ്പോൾ നമ്മളെ ഏത് എടുക്കും? ഏത് പരിഗണിക്കേണ്ടി വരും? അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഈ ഗ്രൂപ്പ് ചെയ്ത ഡാറ്റയിൽ ആ ക്ലാസ്സിൻ്റെയൊക്കെ സെൻട്രൽ വാല്യൂ എടുക്കുക എന്ന് പറയാം. എങ്ങനെ സെൻട്രൽ വാല്യൂ? അതാണ് ഈ മിഡ് വാല്യൂ. എങ്ങനെ സെൻട്രൽ വാല്യൂ എടുക്കും? സെൻട്രൽ വാല്യൂ എടുക്കാനൊന്നുമില്ല, ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്, ഇതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയാം, ഇതിന് അപ്പർ ലിമിറ്റ് എന്ന് പറയും. ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2. 0 പ്ലസ് 10/2 എന്ന് പറഞ്ഞാൽ എത്രയായി? 5 ആവും. ഇനി ഇതിൻ്റെ എങ്ങനെ കാണാം? അപ്പം ഒന്നും കാണാനൊന്നും നിൽക്കണ്ട. 10നും 20നും ഇടയിൽ 15 നമുക്കറിയാം. 20നും 30നും 25, 30നും 40നും 35, 40നും 50നും ഇടയിൽ ഏതാണ്? ഒരു നോക്കുക, 40നും 50നും ഇടയിൽ 45, 50നും 60നും ഇടയിൽ 55. ചിലപ്പോൾ നമ്മൾ ഇത് എവിടെ പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്ലാസ് ഇങ്ങനെ തരും, 3 മുതൽ 7 വരെ, 7 മുതൽ 9 വരെ, ഇങ്ങനെ ക്ലാസ് തന്നാൽ ഇതിൻ്റെ സെൻറ്റർ എത്രയായിരിക്കും? ഇപ്പോൾ 3ഉം 7ഉം കൂട്ടുക, 3 7 കൂട്ടിയിട്ട് അതിൻ്റെ 10 ഹരിക്കണം 2, 5. അപ്പോൾ ഇതിൻ്റെ 5 ഇവിടെ വരിക അല്ലേ? ഇവിടെ എത്രയായിരിക്കും? 7നും 9നും ഇടയിൽ ഇവിടെ 8 വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഇവിടെ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് നമ്മളിവിടെ പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ? ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും പാടെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും പാടെ നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് അതിന് 2 കൊണ്ട് ഹരിക്കണം. അപ്പോൾ മിഡ് വാല്യൂ കിട്ടും. അങ്ങനെ ഇവിടെ 5ഉം 15ഉം 55 വരെ കിട്ടി. ഇനി ഇക്വേഷൻ പറഞ്ഞു. ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഫ്രീക്വൻസി മിഡ് പോയിന്റ് തമ്മിൽ ഗുണിക്കണം, മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാ നമുക്ക് കിട്ടിയ ഫ്രീക്വൻസി 5 × 5 25, 10 × 5 എത്ര? 150, 25 × 25 625, 30 × 35 1050, 20 × 45 900, 10 × 55 550. ഓക്കെ, അപ്പോൾ സിഗ്മ എഫ് എം കിട്ടണം. എങ്ങനെ കിട്ടും? ഈ പറയുന്ന ഫ്രീക്വൻസി എഫ് എമ്മിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുമ്പോൾ 3300. കാരണം ടോട്ടൽ എടുക്കണം എങ്ങനെ മനസ്സിലാക്കണം? ഇക്വേഷൻ പറയുന്നു ഫ്രീക്വൻസി എഫ് എം എന്നുള്ള കോളത്തിൻ്റെ ടോട്ടൽ എടുക്കണം. പിന്നെ സിഗ്മ എഫ് എന്ന് പറഞ്ഞാൽ മൊത്തം കുട്ടികൾ എത്രയാണ്? ഇതാ സിഗ്മ എഫ്. അപ്പോൾ എത്രയായി ഇവിടെ? ഈ 0 വെട്ടിപ്പോയി, ഈ 0 വെട്ടിപ്പോയി. ഇങ്ങനെ വെട്ടി ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ എന്താ കാൽക്കുലേറ്ററൊക്കെ എടുത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡയറക്റ്റ് തന്നെ ആൻസർ കിട്ടും, 33 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ ചോദ്യം എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മാധ്യത്തിൽ അരിത്മെറ്റിക് മീനിൽ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുക എന്തെന്നാണ് ഒരു ചോദ്യം. അത് എ എമ്മിൻ്റെ കൗതുകകരമായ ഒരു സവിശേഷതയാണ് അരിത്മെറ്റിക് മീനിൻ്റെ, ആൻ ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് അരിത്മെറ്റിക് മീൻ. ഓക്കെ, എന്താണെന്ന് നോക്കാം. എന്താ പറഞ്ഞത്? സമാന്തര മാധ്യത്തിനെ കുറിച്ചുള്ള ഒരു അണികളിലെ ഇനങ്ങളുടെ വ്യതിചലനത്തിൻ്റെ ആകെത്തുക എല്ലായ്പ്പോഴും 0ന് തുല്യമായിരിക്കും എന്നത്
ശ്രദ്ധിക്കേണ്ട കൗതുകകരമായ ഒരു സവിശേഷതയാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ 2016 തോന്നിയൊരു ചോദ്യം ചോദിച്ചു. ഇതാ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് എക്സ് മൈനസ് എക്സ് ബാർ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു എം. ഓക്കെ, അപ്പം അത് ശരിയാണോ നമ്മൾ നോക്കണം. അതിനൊരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഉത്തരം എപ്പോഴും 0 ആയിരിക്കും കേട്ടോ. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ശരിയാണോ എന്നുള്ളത്. നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ ഒരു സംഖ്യകൾ തരുന്നുണ്ട് 34. ഞാൻ താഴത്തേക്ക് ഇങ്ങനെ എഴുതുകയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 44 18 26 29. ഞാനിവിടെ മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓക്കെ, 17. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്ത് കാണണം? എക്സ് ഈ വാല്യൂസ് ആണ്, ഇതൊക്കെ എക്സ് ആണ്. ഓക്കെ, ഇത് എക്സ് വാല്യൂസ് ആണ്. ഇനി നമുക്കിവിടെ കാണേണ്ട എന്താ? ഇതിൻ്റെ ഒരു എക്സ് ബാർ കാണണം. അപ്പോൾ അടുത്തൊരു കോളം കൊടുക്കേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, എക്സ് ബാർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് മൊത്തം ടോട്ടൽ എടുക്കുക. ഇത് മൊത്തം ടോട്ടൽ ചെയ്ത് എത്ര കിട്ടും? 168 കിട്ടും. 168 ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ എത്രയായിരിക്കും ആൻസർ? 28. ഇനി ഇവിടെ കിട്ടിയിട്ടുള്ള ഈ സംഖ്യ എന്നൊക്കെ 34 എന്ത് കുറക്കണം? ഈ 28. 34 മൈനസ് 28. പിന്നെ 44 മൈനസ് 28. 18 മൈനസ് 28. 26 മൈനസ് 28. അതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ പേപ്പറൊക്കെ എടുത്ത് എഴുതി ചെയ്യാട്ടോ. 29 മൈനസ് 28. കാരണം ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് ഇത് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഈ ടോപ്പിക്ക് നമുക്ക് ഇരിക്കരുത് എന്നല്ല, പിന്നെ നോക്കണം കേട്ടോ. പിന്നെ അല്ലെങ്കിൽ മറന്നു പോകും ഇതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ. നമ്മൾ തന്നെ ഇതൊക്കെ മറന്നു പോകും തന്നെയാണ്. പിന്നെ അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? 34 28 കുറച്ചാൽ ഇപ്പോൾ ഇവിടെ മൈനസാ പ്ലസ്സാ വരിക. കാരണം 34 വലിയ സംഖ്യ ആണല്ലോ, പോസിറ്റീവ് അല്ല. അപ്പോൾ ഇവിടെ 6. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ചിഹ്നം വേണമെങ്കിൽ ഒന്ന് കൊടുക്കാം. ഓക്കെ, അടുത്തത് എത്ര വരും? അടുത്തത് 44 28 കുറച്ചാൽ പ്ലസ് 16. 18 28 കുറച്ചാൽ മൈനസ് 10. 26 28 കുറച്ചാൽ മൈനസ് 2. പിന്നെ പ്ലസ് 1. പിന്നെ മൈനസ് 11. ഇനി എന്ത് ചെയ്യണം? ഇതിലെ പോസിറ്റീവ് സംഖ്യകളൊക്കെ ഞാൻ എടുക്കാൻ പോകുന്നു. 6 16 11. 6 16 കൂട്ടി എത്ര വരും? 22 1 23. അപ്പം ഇവിടെ കൊടുക്കുകയാണ് പ്ലസ് 23 മൈനസ്. ഇനി മൈനസ് സംഖ്യകൾ കൂട്ടി എത്ര കിട്ടും? കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 23 കിട്ടേണ്ട ശരിക്കും. കണ്ടോ, 10 12 എത്ര വന്നു? 10 2 12 11 കൂട്ടിയാൽ 23. ഓക്കെ, ഇപ്പോൾ കറക്റ്റായില്ലേ? യെസ്, ഇപ്പോൾ 0 ആയി. പണ്ട് ഇവിടെ കൊമേഴ്സ് പഠിച്ച ആൾക്കാരുണ്ടോയെന്ന് അറിയില്ല. കൊമേഴ്സുകാർക്കൊരു നൊസ്റ്റാൾജി ഉണ്ടാവും. ഈ ബാലൻസ് ഷീറ്റ് ടാലിയാക്കുന്ന ഒരു പരിപാടി അല്ലേ? അതിൽ അവസാനം നമ്മൾ അസറ്റ് ലാബിലിറ്റി ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞിട്ട് വലിയ ഏകദേശം ഒരു എനിക്കൊന്ന് 15 മാർക്കിൻ്റെ ഒക്കെ ചോദ്യമാവും. അതിന് തന്നെ ഒരു 3/4 മണിക്കൂറൊക്കെ സമയം എടുക്കും. എന്നിട്ട് അവസാനം ഇത് രണ്ടും ഈക്വൽ ആണ്. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യണം? ഇത് കൂട്ടിക്കഴിഞ്ഞാൽ അവസാനം 0 കിട്ടണം. ഇതിപ്പോൾ 1 2 ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തെറ്റി, കാൽക്കുലേഷൻ നമ്മൾ തെറ്റിപ്പോയി അല്ല, കാൽക്കുലേഷൻ തെറ്റിപ്പോയുള്ളൂ. പക്ഷെ ഇവിടെ ഇതിൻ്റെ ഒരു അരിത്മെറ്റിക് മീനിൻ്റെ ഒരു സവിശേഷത എന്താണ്? ഇപ്പം നമ്മളത് പ്രൂവ് ചെയ്തു അല്ലേ, ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഏത് സംഖ്യ എടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ, അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഡാറ്റ ചെയ്യുക, അതിൽ നിന്ന് അതിൻ്റെ എക്സ് ബാർ കുറക്കുക, അതിൻ്റെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അവസാനം നമുക്ക് എന്ത് കിട്ടും? 0 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക? അത് എമ്മിൻ്റെ ഒരു കൗതുകരമായ സവിശേഷത എന്താണ്? മാധ്യത്തിൽ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുക എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി താഴെ കൂടുതലുള്ള സമവാക്യം ഏതെന്നാണ്. ഇതൊന്നും ഇനി കൂടുതൽ മുകളിലോട്ട് നമ്മൾ പോകുന്നില്ല. ഇവിടെ എന്താണ് ചോദിച്ചത്? ഈ സമവാക്യം കണ്ടിട്ട് തിരിച്ചറിയണം. എക്സ് ബാർ ഡബ്ല്യു ഈക്വൽ സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു. ഇത് വെയ്റ്റഡ് അരിത്മെറ്റിക് മീനാണ്. അതിന് മലയാളത്തിൽ ഭാരിത സമാന്തര മാന്ദ്യം എന്ന് പറയും. ഭാരിത സമാന്തര മാന്ദ്യം. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. താഴെ കൊടുക്കുന്ന ദത്തങ്ങളിൽ നിന്ന് ഭാരിത സമാന്തര മാന്ദ്യം കണക്കാക്കുക. ഇപ്പോൾ ആഹാരത്തിൻ്റെ സൂചകാങ്കം എത്രയാണ്? 352. എത്ര അതിൻ്റെ വെയിറ്റ്? 48. ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇന്ധനം 220 ആണ്. അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 10. വെയിറ്റ് അവിടെ പലതും ആവാം, കിലോഗ്രാം ആവാം, ഓക്കെ, ടൺ ആവാം. ഓക്കെ, വസ്ത്രം 230, 8,
വീട്ടുവാടക 160, 19 പലവക അതേഴ്സ് 190, 15. ഇപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. എക്സ് ബാർ ഡബ്ല്യു ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു എക്സ് ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു. എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നോക്കുക, ഇവിടെ നമ്മളൊരു കോളം കൂടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം ചെയ്താൽ മതി അല്ലേ? ആ ഒരു കോളം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇക്വേഷൻ പ്രകാരം ഇവിടെ കാണേണ്ടത് സിഗ്മ ഡബ്ല്യുവും കാണണം, സിഗ്മ ഡബ്ല്യു എക്സും കാണണം. സിഗ്മ ഡബ്ല്യു ഇവിടെ നമുക്ക് ഈ ചോദ്യം തന്നെ കാണാം. ഇതിൻ്റെ മൊത്തം ടോട്ടൽ എടുത്താൽ മതി. അപ്പോൾ ഏത് കിട്ടും? സിഗ്മ ഡബ്ല്യു കിട്ടും. അത് 93 ആയിരിക്കും. ഓക്കെ, ഇനി ഏത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡബ്ല്യു എക്സ് കാണണം. എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അതവിടെ കൊടുത്തത് ഇവിടെ നോക്കിക്കോളൂ. ഇനി 32, 48, 16,896. 220 ഇൻറ്റു 10 എത്ര വരും? 2200. 230 ഇൻറ്റു 8 1840. 160 ഇൻറ്റു 19 3040. 190 ഇൻറ്റു 15 2850. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുത്താൽ പോരെ? അതല്ല ഇക്വേഷൻ പറഞ്ഞത്. ഡബ്ല്യു എക്സ് എന്നുള്ള കോളത്തിൻ്റെ ടോട്ടലിനെ സിഗ്മ ഡബ്ല്യുവിൻ്റെ കോളം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എത്രയാണ്? 268.26. എന്താണ് ഇതിന് പറയുക? ഇക്വേഷന് വെയ്റ്റഡ് അരിത്തമെറ്റിക് മീൻ അല്ലെങ്കിൽ ഭാരിത സമാന്തര മാന്ദ്യം. ഓക്കെ, ഇനി അടുത്ത തിയറി കുറച്ച് ചോദ്യങ്ങളാണ്. മാധ്യകം അല്ലെങ്കിൽ മീഡിയൻ മാധ്യസ്ഥവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പം നമുക്കിവിടെ വലുപ്പക്രമം അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഡേറ്റ ക്രമീകരിക്കുമ്പോൾ അതിലെ മധ്യഘടകത്തെയാണ് എന്ത് എന്ന് പറയുന്നത്? മാധ്യകം എന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണ്. ഇനി മാധ്യകം വിതരണത്തിലെ മധ്യമൂലത്തെ സൂചിപ്പിക്കുന്നു. സ്ഥാനിക ശരാശരി എന്നും വിളിക്കപ്പെടുന്ന ഏതാണ്? ഈ മീഡിയനെയാണ് കേട്ടോ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാം. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ, അതിങ്ങനെ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊന്നും തോന്നും. പക്ഷേ ഓപ്ഷനിൽ ഈ മാധ്യമം മോഡ് എന്നൊക്കെ കാണുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ സ്ഥാനിക ശരാശരി അല്ലെങ്കിൽ പൊസിഷണൽ അവറേജ് എന്ന് എന്തിനെ പറയുന്നു? നമ്മുടെ മാധ്യമത്തെ പറയുന്നു. ഇനി ഈ മാധ്യമം നിരീക്ഷണങ്ങളെ 4 ഭാഗങ്ങളായി വേർപെടുത്തുന്നു. ഇത് തെറ്റാണ്. 4 അല്ല, നിരീക്ഷണങ്ങളെ 2 ഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? തരംതിരിക്കുന്നത്. ഇപ്പം തന്നെ പഠിച്ചു പോവുക ഈ പോയിന്റുകളൊക്കെ. ഓക്കെ അല്ലേ? എന്താണ്? വലിപ്പക്രമം അനുസരിച്ച് ഡാറ്റ ക്രമീകരിക്കുമ്പോൾ അതിലെ മധ്യഘടകത്തെയാണ് മാധ്യമം എന്ന് വിളിക്കുന്നത്. മാധ്യമ വിതരണത്തിലെ മധ്യമൂലത്തെ സൂചിപ്പിക്കുന്നു. സ്ഥാനിക ശരാശരി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കേട്ടോ. ഒരു മാർക്ക് കളയരുത്. മാധ്യമത്തിനെ നമ്മൾ എന്തും പറയും? പൊസിഷണൽ അവറേജ് എന്നും പറയും. അത് നിരീക്ഷണങ്ങളെ 4 ഭാഗങ്ങളാക്കി വേർതിരിക്കുന്നു. ഓക്കെ, സോറി 2 ഭാഗങ്ങൾ കേട്ടോ. 2 ഭാഗങ്ങളാക്കി വേർതിരിക്കുന്നു. യെസ്. ഓക്കെ, അടുത്ത ചോദ്യം. 7 തൊഴിലാളികൾ, 13ാമത്തെ ചോദ്യം കേട്ടോ. 13 ഒന്നും തെറ്റിദ്ധരിക്കണ്ട. 7 തൊഴിലാളികളുടെ ആഴ്ചക്കൂലി സംബന്ധിച്ച് താഴെ കൊടുത്തിട്ടുള്ള ദത്തങ്ങളിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മുടെ മാധ്യക കൂലി കണക്കാക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യപ്രകാരം കാണാൻ സാധിക്കുന്നതാണ്. എത്രയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വേതനം 100, അതുപോലെ തന്നെ 148, 80, 90, 155, 200, 145. ഓക്കെ, 100, 148, 80, 90, 155, 245. ഇത് ചോദിച്ചത് ഇവിടുന്ന് നമ്മൾ മാധ്യക കൂലി കാണാനാണ്, മീഡിയൻ വേജ് കാണാനാണ്. ഇവിടെ ഇനി അരിതമെറ്റിക് മീൻ അല്ല. ഈ ഒരു ചോദ്യം വരുമ്പോൾ ഇനി ഓടിച്ചെന്നിട്ട് ഇതിന് മൊത്തം കൂട്ടിയതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടൂല, ഉത്തരം തെറ്റും. ഓക്കെ, അപ്പോൾ ആ ആൻസർ ഓപ്ഷനിലുണ്ടാവും. നമ്മൾ ഓടി ചെന്നിട്ട് എന്ത് ചെയ്യാണ്? ക്വസ്റ്റ്യൻ ഒന്നും ശരിക്കും വായിച്ചു നോക്കാതെ ഇത് മൊത്തം കൊണ്ട് കൂട്ടും. നിങ്ങൾ നോക്കുക, ഇത് കൂട്ടിയിട്ട് ചെയ്യാൻ തന്നെ അതിൻ്റെ സമയം പോകും. പിന്നെയും ചെക്ക് ചെയ്യും. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചോദ്യം ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്താ പറയുക, ഒരു കൂട്ടലും കുറക്കലൊന്നും ചെയ്യണ്ട. ജസ്റ്റ് ഡേറ്റ അറേഞ്ച് ചെയ്താൽ മാത്രം മതി. ഈ മാധ്യമം കാണാൻ പറയും, അതായത് മീഡിയം കാണാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റയൊന്ന് അറേഞ്ച് ചെയ്യണം. ഡേറ്റയെ അറേഞ്ച് ചെയ്യാറില്ല അതിനെ ആരോഹണക്രമം അല്ലെങ്കിൽ അവരോഹണക്രമം, അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ, ചെറുത് മുതൽ വലുത് വരെ അല്ലെങ്കിൽ വലുത് മുതൽ ചെറുത് വരെ എന്നുള്ള രീതിയിൽ ഓർഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, അങ്ങനെ ആകുമ്പോൾ ഈ തന്ന ഡേറ്റ എന്ത് ചെയ്യണം? കാരണം മാധ്യമ പറഞ്ഞു കേട്ടോ, ഞാൻ പറഞ്ഞു പിന്നെയും പറയണം, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും, സമയം പോവും, മാർക്കും പോവും. കാരണം ഇപ്പം എന്നിട്ടിപ്പോൾ ചോദ്യം കണ്ട് ഓടി ചെന്നിട്ട് ഇത് മൊത്തം കൂട്ടി അരിച്ച് ഒരു ഉത്തരം നമുക്ക് കിട്ടും. ആ ഉത്തരം നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം മാധ്യമമാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട എന്താണ്? ആദ്യം ഈ ഡേറ്റ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇതിൽ ചെറുതേതാ ആദ്യം? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു പെന്നും പേപ്പറും കയ്യിലെടുത്ത് ചെയ്ത് പോവുക. ഏതാ ചെറുത്? പറഞ്ഞോളൂ. ഓക്കെ, 80. അടുത്തത് ഏതാ ചെറുത്?
അടുത്ത 100 അല്ല, 90 ഇവിടെ ഉണ്ട് അല്ലേ. പിന്നെ ഏതാ? ഇവിടെ ഈ പ്ലസ് ഒന്നും വേണ്ട കേട്ടോ, കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാനത് ഇവിടെ നിന്ന് കളയട്ടെ. യെസ്. അപ്പോൾ ഓക്കെ, ഇവിടെ ആദ്യം ഏതെടുക്കണം? ചെറുത് 80. പിന്നെ ഏതാ? 100 അല്ല, 90. പിന്നെ 100 വരുന്നു. ഇനി നോക്കിക്കോളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? 100 കഴിഞ്ഞാൽ 80. ഇതൊക്കെ നമ്മളെടുത്തു. 145, 145. പിന്നെ 148. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ ഏതാ വരിക? 155, 155, ദെൻ 200. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് മൊത്തം കൂട്ടിയിട്ട് എണ്ണം കൊണ്ടിരിക്കുകയാണോ? അങ്ങനെയും ചെയ്യും കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ചെയ്യും. ഇനി എന്ത് ചെയ്ത് മൊത്തം കൂട്ടിയിട്ട് അതിൻ്റെ എണ്ണം കൊണ്ടിരിക്കാൻ നിൽക്കും. ഓക്കെ, ഇതൊക്കെ ഞാൻ നമ്മളോട് തന്നെ പറയുന്നത് കേട്ടോ. കാരണം ആ സമയത്ത് എന്തും സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നല്ല ജാഗ്രതയോട് കൂടി മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യനെയും നമ്മൾ നോക്കേണ്ടത്. ഇനി ഇവിടെ ചെയ്യാനൊന്നുമില്ല, നമ്മുടെ ആൻസർ ഇപ്പം കിട്ടും. നമുക്ക് മാദിക കൂലി കാണാനാണ് പറഞ്ഞതല്ലേ. മാദിക എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ, സെൻട്രലുള്ളത്. ഇപ്പം ശരിക്കും ഇത് നോക്കിയാൽ തന്നെ അറിയില്ല, ഈ തന്ന ഡേറ്റയിൽ സെൻട്രൽ ആരാ? മൊത്തം എത്ര സംഖ്യ ഉണ്ട് നോക്കും? 1, 2, 3, 4, 5, 6, 7. അങ്ങനെ ഒരു 7 ആളുകൾ, ഇപ്പോൾ ഒരു 7 ആൾ ഇരിക്കുകയെന്ന് ചോദിച്ചു ഒരു ബെഞ്ചിൽ. അതിൽ സെൻട്രലിൽ ഇരിക്കുന്ന ആളാവും 4ാമത്തെ ആളാവും അല്ലേ. 145 സെൻട്രൽ, കാരണം 145 ഇപ്പുറത്തേക്ക് 3 ഉണ്ട്, ഇപ്പുറത്തേക്ക് 3 ഉണ്ട്. അപ്പോൾ പിന്നെ ആരാണ് 145? ഇനി ഇതിനൊരു ഇക്വേഷനൊക്കെ ഉണ്ട്. ഇക്വേഷൻ ഇതാണ് മാധ്യം കാണാൻ. ഇങ്ങനെയുള്ള ഇൻഡിവിജ്വൽ സീരീസിൻ്റെ 1+1/2 ഇനത്തിൻ്റെ വലിപ്പം, ഐറ്റം എന്നൊക്കെ പറയും. ഓക്കെ, ഏതാണത്? n എത്രയാണ്? 7 അല്ലേ. 7 + 1 ഹരിക്കണം 2 എത്രയാണ് ആൻസർ? 4 അതായത് 4ാമത്തെ ഇനം. ഇതിൽ 4ാമത്തെ ഇനം ഏതാ? 1, 2, 3, 4. കണ്ടോ? 145. നമ്മുടെ ആൻസർ 145 ഇങ്ങനെ കിട്ടും. സിമ്പിൾ അല്ലേ? അപ്പോൾ ശരിക്കും എന്ത് ചെയ്താൽ മതി? മാധ്യം കാണാൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ വെറുതെ നീട്ടി വരുത്തി പറഞ്ഞു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ തന്ന ഡാറ്റ ചെറുതുനിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യുക, എന്നിട്ട് സെൻട്രലിലുള്ള സംഖ്യ എടുക്കുക. ഇനിയിപ്പോൾ ഇരട്ട സംഖ്യ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? 2 സംഖ്യകൾ വരുമ്പോൾ അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 2 സംഖ്യകൾ അടുത്തടുത്ത് വരികയെന്ന് ചോദിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഇറേസ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ ഇങ്ങനെ വന്നു എന്ന് വിചാരിച്ചു, ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പോൾ ഞാൻ അറേഞ്ച് ഒന്നും ചെയ്യണില്ല, കറക്റ്റ് നേരെ തന്നെ കൊടുക്കുക. 2, 4, 6, 8, 10. ഓക്കെ, 10, 12. യെസ്. ഇതിൻ്റെ മാധ്യം കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സെൻട്രലിൽ നിൽക്കുന്ന സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 2 സംഖ്യകൾ കാണാൻ പറ്റും, 6, 8 കാണാൻ പറ്റും. കാരണം അത് മൊത്തം ഇരട്ട സംഖ്യകളുണ്ട്. മൊത്തം എണ്ണം നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ 6, 8 ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ സെൻട്രലിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യാനില്ല. 6 + 6 + 8 രണ്ടും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6, 8, 14 ആയിരിക്കണം 2, 7 ആയിരിക്കും ഇവിടുത്തെ മാധ്യകം എന്ന് പറയുന്നത്. ഈ തന്ന ഡാറ്റയുടെ മാധ്യകം ഏതായിരിക്കും? 7 ആയിരിക്കും. എങ്ങനെ കിട്ടിയത്? സെൻട്രലുള്ള സംഖ്യ എടുക്കുക. അപ്പോൾ ഇവിടെ 6 സംഖ്യ, ഇവിടെ 7 ആയതുകൊണ്ട് നമുക്ക് സുഖം. 7 ആകുമ്പോൾ എന്താണ്? ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ സംഖ്യ 1, 2, 3, 4, 5, 6 ഉണ്ട്. അപ്പോൾ 2 സെൻട്രൽ വരും. ഇനിയിപ്പോൾ ഇവിടെ ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിച്ചോ, 14. അപ്പോൾ ഇനി സംശയമല്ല, 8 എടുത്താൽ മതി. ഓക്കെ അല്ലേ? കാരണം ഇപ്പുറത്തേക്കും 3 ഉണ്ട്, ഇപ്പുറത്തേക്കും 3 ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടെ 16 വരികയെന്ന് വിചാരിച്ചു, അപ്പോൾ പ്രശ്നമായി. അപ്പോൾ എന്ത് ചെയ്യണം? സെൻട്രലുള്ള സംഖ്യ എടുക്കണം. അപ്പോൾ നമ്മൾ ഈ 8ഉം 10ഉം എടുക്കും. ഓക്കെ അല്ലേ? 8ഉം 10 എടുത്തിട്ട് 8ഉം 10ഉം 18 ഹരിക്കണം 2, 9. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാത്ത ആളുകളും ഒന്നുകൂടി റിവേഴ്സ് ചെയ്ത് കേൾക്കുക. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 145 കിട്ടിയില്ലേ ആൻസർ. അപ്പോൾ എന്താണ്? ഇപ്രകാരം 3 പേർക്ക് 145 കുറവ് കൂലിയും 3 പേർക്ക് 145 കൂടുതലും കൂലി കിട്ടുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, യെസ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും മാധ്യകം നിർണ്ണയിക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് കളികൾ നമുക്ക് കളിക്കാനുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, താഴെ കൊടുത്ത ദത്തങ്ങളിൽ നിന്നും മാധ്യകം നിർണ്ണയിക്കുക. ഓക്കെ, ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഡാറ്റ കാണുമ്പോൾ അറിയണം ഇത് എന്ത് തരം ഡാറ്റയാണ്. ഇത് ഒരു
സന്തത ശ്രേണി, കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പോയിട്ട് ഈ തന്ന ഡേറ്റയൊക്കെ അവരോഹണക്രമത്തിലാക്കിയിട്ട് ഈ 4 12 എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, 46 36 20 16 8 5 ഇതിനെ ആരോഹണക്രമത്തിലാക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലുള്ള സംഖ്യ എടുത്താൽ പോരാ. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്, കുറച്ച് പണികൾ എടുക്കാനുണ്ട്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഡേറ്റയെ ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നിങ്ങോട്ടേക്ക് മാറ്റുകയാണ്. ഓക്കെ, അല്ല അതെങ്ങനെ കിട്ടിയതെന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മളത് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതിലേക്ക് പോവാതെ നോക്കുക. യെസ്, നമുക്ക് ഇങ്ങനെയുള്ള ഒരു കണക്ക് വരുമ്പോൾ മാധ്യമം കാണാൻ പറയാണ്. ഡാറ്റ കണ്ടിന്യൂസ് ആണോ ഇൻഡിവിജ്വൽ ആണോ എന്നുള്ളത് ഡാറ്റ നോക്കിയപ്പോൾ ഇത് കണ്ടിന്യൂസ് അല്ലേ, 0 മുതൽ 10 വരെ, 10 മുതൽ 20 മാർക്ക് കിട്ടി, 20 മുതൽ 30 ഇങ്ങനെ എന്നാൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം, അതായത് ഫ്രീക്വൻസി കൂട്ടിക്കൂട്ടുക, കൂട്ടിക്കൂട്ടി വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 4 തന്നെ ആയിരിക്കും. ഓക്കെ, പിന്നെ 4ഉം 12ഉം എത്രയാണ്, 16. 16ഉം 24ഉം പിന്നെ എത്ര വരും, 40 വരും. 40 36ഉം 76 വരും. 76ഉം ഈ 20ഉം 96. 96ഉം ഈ 16ഉം എത്ര വരും, 6ഉം 102ഉം 112. ഓക്കെ, 112ഉം 8ഉം 120. 120ഉം 5ഉം 125. ഓക്കെ, അപ്പോൾ അത് തന്നെ ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ ഇവിടെ വരിക, 125. ഓക്കെ ഓക്കെ, n മൊത്തം 125. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഡാറ്റ ഇവിടെ കാണിക്കാം, നോക്കിക്കോളൂ. യെസ്, നമ്മൾ ആ കിട്ടിയ ആൻസറിനെ അവിടെ കൊടുത്തു കേട്ടോ. ആദ്യം 4 ഇങ്ങോട്ടേക്ക് കൂട്ടി, ഈ 4ലേക്ക് 12 കൂട്ടി 16, 16ലേക്ക് 24 കൂട്ടി 40, 40ലേക്ക് 36 കൂട്ടി 76, 76ലേക്ക് 20 കൂട്ടി 96, 96ലേക്ക് 16 കൂട്ടി 112, 112ലേക്ക് 8 കൂട്ടി 120, 120ലേക്ക് 5 കൂട്ടി 125. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കിട്ടി എന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇനിയാണ് നമുക്കിവിടെ നമ്മുടെ ഇക്വേഷനിലേക്ക് വരേണ്ടത്. ഇപ്പം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മാധ്യമം കാണാനുള്ള ഇക്വേഷൻ ഇതാ കണ്ടോ, L + n/2 - CF × H. ഇനി ഇതിൽ നമ്മൾ ഓരോ വാല്യൂ കണ്ടെത്തണം. വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ പ്രധാനപ്പെട്ട ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തിയത്. അപ്പോൾ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടി നമുക്ക്. ഇത് പ്രകാരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് n/2 മാധ്യമം കാണാൻ, മാധ്യമം ഇനത്തിൻ്റെ ആ വലിപ്പം കാണാൻ നമുക്ക് n/2 എന്നുള്ളൊരു ഫോർമുല ഉപയോഗിക്കാം. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടത്. ഓക്കെ, അപ്പോൾ n/2 n എത്രയാണ്, 125. പറഞ്ഞാൽ ശരിക്കും ശ്രദ്ധിക്കുക, 125 ഹരിക്കണം 2. കാരണം ഇവിടെയാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ടോട്ടലിനെ, മൊത്തം വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ ആവൃത്തി ഫ്രീക്വൻസിയുടെ എണ്ണത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 125ൻ്റെ പകുതി 62.5. ഈ ഒരു വാല്യൂ വെച്ചിട്ടാണ് നമ്മളിനി ഈ ഇക്വേഷനിലേക്കുള്ള മൂല്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതെവിടെയാണ് ഉപയോഗിക്കുക, ഈ 62.5 നമ്മൾ എടുക്കേണ്ടത് എവിടെ വരണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏതെല്ലാം സംഖ്യകൾക്കിടയിലായിട്ടാണ് ഈ 62.5 വരിക? കണ്ടോ, 4നും 16നും ഇടയിൽ വരുമോ 62? ഇല്ലല്ലോ. 16നും 40നും ഇടയിൽ വരുമോ 62? ഇല്ല. പക്ഷേ 40നും 76നും ഇടയിലല്ലേ, ഇടയിൽ പറഞ്ഞ സെൻട്രലല്ല, കാരണം ആ ഇതിൻ്റെ ഇടയിലായിട്ടല്ലേ വരുന്നത്. 40 കഴിഞ്ഞിട്ട് പിന്നെ 76, ആ 40നും 76നും ഇടയിലല്ലേ 62 വരിക, 62.5 എന്നുള്ള വാല്യൂ വരുന്നത്. ഇപ്പം നമുക്ക് എടുക്കേണ്ടത്, ഞാൻ ഇവിടെ റൗണ്ട് ഇട്ട് വെച്ചു, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഇവിടെ 76 ഉണ്ട്, 40 ഉണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ നിങ്ങൾ നോക്കൂ, ഇനി ഇവിടെ നോക്കേണ്ടത് എന്താ, കണ്ടോ, ഫ്രീക്വൻസി 36 ഇവിടെ റൗണ്ട് ചെയ്തു, ആ ക്ലാസ്സും 30 40. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത്, നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഇതിന് വേണ്ട ചേരുവകളാണ് അല്ലേ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കിട്ടി. 30ഉം 40ഉം എന്നുള്ള ക്ലാസ് എടുത്തു, 36 എടുത്തു, 76. എന്തുകൊണ്ടാണ് നമ്മൾ ഈ 36ഉം 30 40 എടുത്തതെന്ന് നമുക്കിവിടെ നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, ഈ തന്ന ഫ്രീക്വൻസിയിൽ ഏറ്റവും വലുതൊന്ന് 36 തന്നെയാണ് അല്ലേ. പിന്നെ നിങ്ങൾ നോക്കൂ, ഇവിടെയുള്ള 40നും 76നും ഇടയിലല്ലേ 62.5 എന്ന് വരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 40ഉം 76 ഉള്ളത് ചിലപ്പോൾ ആളുകൾ പോയിട്ട് തെറ്റ് ചെയ്തെടുക്കും, 24 എടുക്കും. അല്ല, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അതിൽ വലിയ സംഖ്യ എടുക്കേണ്ടത് 40നും 76നും ഇടയിൽ. ആ വലിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നേരെയുള്ള ഫ്രീക്വൻസിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇക്വേഷനിലേക്ക് ആവശ്യമായ ഫ്രീക്വൻസി. അതിന് നേരെ
ഉള്ള ക്ലാസിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റൊക്കെ വരുന്നത് ഈ 30, 40 എന്നുള്ളതാണ് നമുക്ക് ഇക്വേഷനിലേക്ക് വരേണ്ടത്. കാരണം നിങ്ങൾ ഇക്വേഷനിൽ നോക്കൂ, L എന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇവിടെ നേരെ കൊടുക്കുകയാണ്, L വേണം ഇക്വേഷനിൽ. പിന്നെന്ത് വേണം? N/2 വേണം അല്ലേ. പിന്നെന്ത് വേണം? CF വേണം. പിന്നെന്ത് വേണം? F വേണം. മതിയോ? വേണ്ട, ഇവിടെ ഒരാൾ കൂടി ഉണ്ട്, H ഉണ്ട്. ഇത്രയും ആളുകൾ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ നമ്മൾ ഈ 62.5 വെച്ചിട്ട് നമ്മൾ ഈ ആളുകളൊക്കെ എവിടെ നിന്ന് സ്പോട്ട് ചെയ്യണം? 40-നും 60-ൻ്റെ ഇടയിലുള്ളത് അത് സ്പോട്ട് ചെയ്തു. പിന്നെ 76 വലിയ സംഖ്യക്ക് നേരെയുള്ളതിൻ്റെ 36, അതിന് നേരെയുള്ള 30, 40 എടുത്തു. ഇപ്പോൾ ഈ L എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയ 36 എന്നുള്ളത്, അതായത് ഈ 76 വലുതല്ലേ, അതിന് നേരെയുള്ള ഓപ്പോസിറ്റുള്ള ഫ്രീക്വൻസിയുടെ നേരെ വരുന്ന 30, 40 എന്നുള്ള ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് ആണ്. കാരണം അതാണ് L, ലോവർ ലിമിറ്റ്. അതാണ് ഇവിടെ ഉള്ള 30. ഓക്കെ, 30 കിട്ടിയ മനസ്സിലായില്ലേ? ഇപ്പോൾ നമുക്കിനി ഇവിടെ ആൻസർ നമുക്ക് കിട്ടിയ ഉത്തരം 76-നും 96-നും ഇടയിലാണെങ്കിൽ 20 എടുക്കണം. അതിൻ്റെ 40, 50 ലോവർ ലിമിറ്റിൻ്റെ വാല്യൂ ആണ് ഏതായിട്ട് എടുക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ എല്ലായിട്ട് എടുക്കുക. അതേപോലെയാണ് നമ്മൾ 30 എടുത്തത്. N/2 എത്ര കിട്ടിയത്? N/2 ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, 62.5 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ. ഇനി CF, അല്ലെങ്കിൽ നിങ്ങൾക്ക് N/2 125/2 എന്ന് എഴുതി വെക്കാം. CF ഏതെടുക്കണം? അവിടെ ഒരു കൺഫ്യൂഷൻ വരും. 76 എടുക്കണോ 40 എടുക്കണോ? ഈ സാഹചര്യത്തിൽ ഇതിലൊരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 76-ന് തൊട്ട് മുകളിലുള്ള, അതായത് രണ്ടെണ്ണം വരുന്നില്ലേ, 76, 40, അതിൽ നമ്മൾ ആ ഒരു ഡേറ്റയുടെ എല്ലാ അതിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ നോക്കൂ, 30-നും 40-നും ഇടയിൽ മാർക്ക് കുറവുള്ളത്, അതായത് 30-ൽ കുറവുള്ള എത്ര കുട്ടികളുണ്ട് ശരിക്കും? 30-ൽ മാർക്ക് കുറവുള്ള എത്ര കുട്ടികളുണ്ട്? 24-ഉം 12-ഉം 4-ഉം കൂട്ടിയാൽ 40 അല്ലേ. അതല്ല ഇതിൻ്റെ ഫ്രീക്വൻസി ഇവിടെ വന്നത്. അപ്പോൾ അത് ഇവിടെ എന്ത് ചെയ്യണം? ഉൾപ്പെടണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 ക്യുമുലേറ്റർ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ടാണ് 40 എടുത്തു എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ 2 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുമ്പോൾ അതിൻ്റെ ചെറിയത് എടുത്താൽ മതി. അതാണ് 40. ഇനി ഫ്രീക്വൻസി ഏത് എടുക്കണം? ഈ 40-ന് നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണോ? അല്ല, വലിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നേരെയുള്ള ആവൃത്തി 36. ഓക്കെ, എന്താ H എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ല്, അല്ലെങ്കിൽ I എന്നൊക്കെ ഇവിടെ കൊടുക്കും. ഇക്വേഷനിൽ I എന്നൊക്കെന്നുണ്ടാവും. ഓക്കെ, ഇൻ്റർവെൽ എത്രയായി? 30-ഉം 40-ഉം തമ്മിൽ വ്യത്യാസം എത്രയാ? 10. ഇനി സുഹൃത്തുക്കളെ, നമ്മുടെ ഇക്വേഷനിലേക്ക് ഇത് അപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, 30 + 62.5 40/36 × 10. അപ്പോൾ എങ്ങനെ കിട്ടും? 62-ന്ന് ഈ 40, 62.5-ന്ന് 40 കുറച്ചാൽ എത്ര വരും? 22.5. 22/36 × 10 എന്ന് പറയുന്നതാണ് എന്ത്? 6.25. അതിനെ 30 + 6.25 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? നമ്മുടെ മാധ്യകം. അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യമൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്ന് 2-3 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മളാകെ എത്ര ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ? ക്വസ്റ്റ്യൻസ് 14 ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളൂ അല്ലേ. 60-70 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 60 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നോക്കാം. ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ലെങ്ത് കുറച്ച് കൂടും. പിന്നെ ഇപ്പം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഇവിടെ ഒന്നുകൂടി ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 30 + N/2 എന്ന് പറയുന്നത് 62.5 - 40 / 36 × 10 അല്ലേ. ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരണം. 30 + ഇതെത്ര വരും? 62.5-ന്ന് 40 കുറച്ചാൽ 22.5 / 36 × 10. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 30 + 22.5-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 200, ആ പോയിന്റ് പോകും. 225 ഹരിക്കണം 36. ഇനി 30 + 225-നെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6.25 ആയിരിക്കും ആൻസർ. അപ്പോൾ ഇതെങ്ങനെ ഹരിക്കുക എന്നുള്ളതൊക്കെ പഠിക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഏത് കിട്ടിയത്? 36.25 വന്നത്. ഓക്കെ, യെസ്. ഇനി നോക്കുക, അടുത്തൊരു വലിയൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, പക്ഷേ ഇതിൽ മീഡിയം കൊടുത്തിട്ടുണ്ട് ശരിക്കും. ഇവിടെ കാണേണ്ടത് ആകെ വിദ്യാർത്ഥികളുടെ എണ്ണമാണ് നമുക്ക് കാണേണ്ടത്. ആകെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ നോക്കുക, 12ാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും
ലഭിക്കുന്ന മാർക്കുകൾക്ക് തുല്യ വീതിയിലുള്ള ക്ലാസ്സുകളുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഗ്രൂപ്പ് ചെയ്ത ഡാറ്റയുടെ മീഡിയൻ 14 ആയിരിക്കട്ടെ. അപ്പോൾ നമുക്ക് മീഡിയൻ ഇവിടെ തന്നിട്ടുണ്ട് 14. മീഡിയൻ ക്ലാസ് ഇടവേള ഏതാണ് ചോദ്യത്തിലുണ്ട് 12, 18. അതിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് 12. ഓക്കെ, ഇനി 12ൽ താഴെ മാർക്ക് കിട്ടിയ എത്ര വിദ്യാർത്ഥികളുണ്ട് 18. അതല്ല ഇവിടെ ഉള്ളൊരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തൊട്ട് മേലെ വരുന്ന ഫ്രീക്വൻസി 18. ഓക്കെ, ഇപ്പം നമുക്ക് ഏകദേശം എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ സാധനവും കിട്ടിയില്ലേ. അതിലിപ്പോൾ കാണേണ്ട ഒരു സംഭവം ഏതാണ്, വിദ്യാർത്ഥികളുടെ എണ്ണം മാത്രം തന്നിട്ടില്ല. ഒരു കാര്യം അറിയാം, ആ ക്ലാസ്സിൽ 12ൽ താഴെ മാർക്കുള്ള 18 കുട്ടികളുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു 12 കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 ആണെന്ന് ഇപ്പോൾ ഇതുവരെ ഉള്ളതിൻ്റെ ഡേറ്റ അടിച്ചാൽ 30 കുട്ടികൾ ഇപ്പോൾ ക്ലാസ്സിലുണ്ട്. അതിന് മേലെ 18ഉം പിന്നെ 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫ്രീക്വൻസിയാണ് 12 + 18 12 എന്ന് പറഞ്ഞാൽ ഇവിടെ 30 ആവും അല്ലേ. പക്ഷേ ആ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം തന്നിട്ടില്ല. പക്ഷേ ആ ക്ലാസ്സിലെ മീഡിയം മാർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയൻ മാർക്ക് 14 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇക്വേഷനിലേക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾ നോക്കൂ, മീഡിയൻ തന്നിട്ടുണ്ട് ഇവിടെ എത്രയാണ് 14. ഇനി മീഡിയൻ ക്ലാസ്സിൻ്റെ ഇടവേള 12, 18, അതിൻ്റെ ഫ്രീക്വൻസി 12, പിന്നെ 12 ക്ലാസ്സിൽ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം എത്രയാണ് 18. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാമല്ലോ. എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇപ്പോൾ എം എത്രയാണ് 14 അല്ലേ, 14 ഈക്വൽസ്. ഇനി കാണാനുള്ളത് ലോവർ ലിമിറ്റ് ഏതെടുക്കും, 12 എടുക്കണം. കാരണം 12, 18 എന്നുള്ളതിൽ ലോവർ ലിമിറ്റ് ഏത് എടുക്കേണ്ടത്, ചെറിയ ലോവർ ലിമിറ്റ് എടുക്കണം, 12 എടുക്കണം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക n/2 അത് നമുക്ക് അറിയില്ല അല്ലേ. n/2 മൈനസ് CF എത്ര എടുക്കണം, CF 18 അല്ലേ. ഈ 12ൽ മേലെ മാർക്കുള്ള കുട്ടികൾ 18 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് CF. ഇനി ഫ്രീക്വൻസി ഏത് എടുക്കണം, ഫ്രീക്വൻസി അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രീക്വൻസി 12 ആണെന്നുള്ളത്. അപ്പോൾ 12 അവിടെ കൊടുത്തു. ഓക്കെ, ഇനി H എത്രയാ, 12ഉം 16ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, 12 - 6 അല്ലേ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറ്റി വെട്ടി ചെറുതാക്കി കൊണ്ടുവന്നാൽ മതി. സമത്തിന് ഇപ്പുറത്തുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുവന്നൊക്കെ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാനിവിടെ കാണിച്ചു തരാം. അത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, നോക്കിക്കോളൂ. ഇതാ ഇപ്പം ഞാൻ ആ ചെറുതാക്കി ഇവിടെ അവസാനം നമുക്കിവിടെ കിട്ടിയ ഇക്വേഷൻ ഇല്ലേ ഇവിടെ പറഞ്ഞത്, അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇതാ ഇപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ ക്ലിയർ ആയിട്ട് കാണാം. സോറി, യെസ് ഇത് കണ്ടോ, 14, 12, 4, 18 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് തന്നെ നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മളിനി ഇതിനെ വെട്ടി ചെറുതാക്കി കൊണ്ടുവരികയാണ്. ഓക്കെ, ഞാനിത് ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു വരികയാണ്. 14 - 12 ഈക്വൽസ് n/2 മൈനസ് 18 ഡിവൈഡഡ് ബൈ 12 × 6. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് മൈനസ് ചെയ്തൂടെ, എങ്ങനെ വരും, ഈ 12ഉം 14ഉം കാരണം ഇതിന് മുന്നേ ഇക്വേഷൻ ഇവിടെ കണ്ടില്ലേ, ഈക്വലായിട്ടാണ് കടന്നിട്ടുള്ളത്. ഓക്കെ, അതെന്നാൽ നമുക്ക് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, അടുത്ത സ്റ്റെപ്പിൽ അത് കളയാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് വന്നിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, ഈ 14നെ എന്ത് ചെയ്യുക, മൈനസ് ഈ സമത്തിനപ്പുറത്തല്ല ഇത് നിൽക്കുന്നത്. ഓക്കെ, അതിനെ നമുക്ക് എങ്ങോട്ടേക്ക് കൊണ്ടുവരണം. പിന്നെ ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ ഈ സമം വരില്ല കേട്ടോ. കാരണം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്, ഇക്വേഷൻ ഇവിടെ L+ എന്നല്ലേ. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും, ഇവിടെ പ്ലസ് ആണ് ഇവിടെ വരിക. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. ഓക്കെ, ഇനി ഇവിടെ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ഒരു 12 സമത്തിനപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മളിതിനെ ഈ ഈക്വൽ സൈൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ ചിഹ്നം ഇങ്ങോട്ടേക്ക് സമത്തിനിപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസായി. ഓക്കെ, ഈക്വൽസ്. ഇനി ഓക്കെ, n/2 മൈനസ് 18/2 ഇൻറ്റു 16. ഓക്കെ, 14 12 കുറച്ചാൽ എത്രയാണ് 2.
n/2 ഒന്നും ചെയ്യാൻ കഴിയില്ല, അവിടെ കൊടുക്കുന്നു 18 ഡിവൈഡഡ് ബൈ 12 അല്ലേ, 12 ആണ് കേട്ടോ, 12 ഇൻറ്റു 16, സോറി ഇവിടെ 16 അല്ല 6 ആണ് വരിക കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ. വെയിറ്റ്, ഓക്കെ, അല്ല ഇവിടെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, അതായിരിക്കും നല്ലത്, ഇവിടെ എഴുതുന്ന അത്ര ക്ലിയർ അല്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നമുക്കിത് ഇവിടെ എങ്ങനെ കിട്ടി, ഇവിടെ 2 വന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ ഇവിടെ നോക്കുക, 2 എങ്ങനെ കിട്ടിയത്, 14 മൈനസ് 2, അപ്പോൾ 12, 2 വരും. പിന്നെ n/2 12 16 ഇറക്കി ചെയ്തു. ഇനി അടുത്ത സ്റ്റേജിലേക്ക്, ഇവിടെയുള്ള ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ 2 ഇവിടെ വരുന്നു, n/2 ഇവിടെ നിർത്തുന്നു. പിന്നെ നമ്മളിവിടെ ഈ കണ്ടോ, ഈ കാണുന്ന ഇവിടെയുള്ള 6നെയും 12ഉം തമ്മിൽ വെട്ടി ചെറുതാക്കിയതാണ്, എത്ര ഒരു 2 വരും. അപ്പോൾ അവിടുത്തെ 6 പോവും. ഇനി ഈ കാണുന്ന 2ന് എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 2 ഈക്വൽസ് ഞാനിവിടെ എഴുതാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഈ ഒരു പെൻ ടൂളിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. 18 കുറച്ച് സമയം എടുക്കും, നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകാം കേട്ടോ, ഇൻറ്റു 6. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ 2 ഇവിടെ ഇറക്കിയതൊന്നു n/2 ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 12ഉം ഇതും വെട്ടിപ്പോയി 2 ആവും. ഓക്കെ, അപ്പോൾ 18 ഡിവൈഡ് ബൈ 2. ഇനി ഇതിനെ നമ്മൾ സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഈ 2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 2 ഇൻറ്റു 2 ഈക്വൽസ് n/2 ഇവിടെ വരുന്നു മൈനസ് 18. ഇതെത്ര വരും, 4 ആവും. 4 ഈക്വൽസ് എത്ര വരും, n/2 ഈക്വൽസ് മൈനസ് 18 ആവും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ മൈനസ് 18 സമത്തിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് 22 ആവും. 4ഉം 18ഉം തമ്മിൽ കൂട്ടും, 22 ഈക്വൽസ് n/2. ഇനി എന്ത് ചെയ്യണം, ഈ n-നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ 22 അങ്ങോട്ടേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആവും, ഡിവിഷനുള്ളത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 44 ആയിരിക്കും ആൻസർ. അപ്പോൾ ഞാനിതിവിടെ വളരെ സ്റ്റെപ്പ് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ശരിക്കും ഇത് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിഭജന മൂല്യങ്ങൾ ഏതെല്ലാം. ഇനി കണക്കിൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ വിശദീകരിച്ച് പോവുക ചെയ്യുന്നത്. കണ്ടോ, വിഭജന മൂല്യങ്ങൾ ഇതെല്ലാം വിഭജന മൂല്യങ്ങളാണ്. ചതുർത്ഥങ്ങൾ അതിന് 4 ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. പിന്നെ 10 ദശമകങ്ങൾ ഡിസൈൽസ്, 100 ശതമകങ്ങളിൽ പെർസെൻറ്റേജ്. ഓക്കെ, അടുത്തത് ശതമങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഇതിലേതൊക്കെയാണ്, 1ഉം 2ഉം 4ഉം ആണ് ശരി, 3 തെറ്റാണ്. എന്തുകൊണ്ടെന്ന് പറയാം. ഇപ്പോൾ ശ്രേണിയെ 100 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന മൂല്യങ്ങളാണ് ശതമകങ്ങൾ എന്ന് പറയുന്നത്. അതുമൂലം നമുക്ക് ശതമകങ്ങൾ എന്ന് വിളിക്കുന്ന 99 വിഭജന സ്ഥാനങ്ങൾ ഉണ്ടാവും. 100 അല്ല 99 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ നോക്കുക, ഇതിനെ ഒരു 3 ഭാഗമാക്കുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ലൈനിനെ 3 ഭാഗമാക്കാന്ന് വിചാരിച്ചോളൂ. കണ്ടോ, 1 2, ഇപ്പോൾ 3 ഭാഗമായി, 1 2 3 ഭാഗമായില്ലേ. പക്ഷെ ഇവിടെ നമ്മൾ എത്ര ലൈനാണ് കൊടുത്തത്, 2 അല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇതിനെ 3 ആക്കി, പക്ഷെ ഇതിൽ നമ്മളിങ്ങനെ അതിൻ്റെ പാർട്ടീഷൻ വരക്കുമ്പോൾ എത്ര കിട്ടുള്ളൂ, നമുക്ക് 3 കിട്ടുള്ളൂ, 2 കിട്ടുള്ളൂ അല്ലേ. ഇനിയിപ്പോൾ ഇതിനൊരു 5 ഭാഗമാക്കിയെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇവിടുന്ന് ഇത് 1 2 3 4 5, പക്ഷെ നമുക്കിവിടെ വരക്കുമ്പോൾ 1 2 3 4. അതേപോലെ ഒരു ഭാഗത്തെ നമ്മളിങ്ങനെ 100 ഭാഗമാക്കി കഴിയുമ്പോൾ നമ്മളതിങ്ങനെ ബാക്കി കഴിയുമ്പോൾ നമുക്ക് 99 കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുപ്രകാരം ഇപ്രകാരം നമുക്ക് P1 P2 P99 എന്നിങ്ങനെ എത്ര എണ്ണം കിട്ടും, 99 ശതമകങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഇതാണ് അതിൻ്റെ കറക്റ്റ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഇനി 50ാമത്തെ ശതമകം Q2, സ്വാഭാവികമായിട്ടത് മധ്യത്തിലുള്ളതാണ്. Q2 അതിൻ്റെ മാധ്യകവും അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള ശ്രേണിയിൽ പ്രാഥമികവും തൃതീയവുമായിട്ടുള്ള ചതുർത്ഥങ്ങൾ, പ്രഥമ ചതുർത്ഥം തൃതീയ ചതുർത്ഥം, അതായത് Q1ഉം പിന്നെ Q3 ആണ് കാണാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ തന്ന ചോദ്യം തന്നെ ഇത് നിങ്ങൾ നോക്കുക, ഇതിന് ആരോഹണക്രമത്തിലാക്കേണ്ടതുണ്ടോ, ആക്കേണ്ടതില്ല. കാരണം അത് ആരോഹണക്രമത്തിൻ്റെ കിടക്കുന്നത് 2 4 6 8 10 12 14 16 17 22. ഇത് എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 10 11. 11.
ഒറ്റ സംഖ്യ ആകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. Q1 കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ചതുർത്ഥങ്ങളുടെ. ഇതാ n+1/4. ഓക്കെ, ഇനി ചെയ്താൽ മതി. എത്ര എണ്ണം ഉണ്ട്? 11 എണ്ണം അല്ലേ? 11/4 + 1. ഓക്കെ, അപ്പോൾ എത്രയാ? 12/4. 3 ആണോ Q1 വരിക? അല്ല, മൂന്നാമത്തെ ഇനം. അതേതാ? 1, 2, 3. മൂന്നാമത്തെ ഇനം ഇതിലേതാണ്? 6 അപ്പോൾ Q1 കിട്ടി 6. ഇനി Q3 കാണണം. Q3 കാണാനുള്ള ഇക്വേഷൻ എന്താ? 3n+1/4 ആണ് കേട്ടോ. 2 അല്ല, ഇവിടെ 4. എന്തുകൊണ്ടാണ് 4? കാരണം ചതുർത്ഥങ്ങൾ 4 ഭാഗമാണല്ലോ, അതുകൊണ്ടാണ് ഇവിടെ 4 വന്നത്. അറിയാതെ പോയിട്ട് 2 എന്നൊന്നും കൊടുക്കരുത്, 4 വരിക ചതുർത്ഥങ്ങളായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ നോക്കൂ, ഇനി ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? എന്നും 11 1 12 അല്ലേ? 12 ഹരിക്കണം 4. ഇതെത്രയായി? 12ഉം 4ഉം വെട്ടി 3. 3 × 3 9. അപ്പോൾ 9ാമത്തെ ഇനമാണ് ഇത് നമ്മുടെ Q3 എന്ന് പറയുന്നത്. അപ്പോൾ 9ാമത്തെ ഇനം നോക്കും. 1 2 3 4 5 6 7 8 9. കണ്ടോ? Q3 കിട്ടി. സിമ്പിൾ അല്ലേ? ശരിക്കും ഈ ചോദ്യമൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ആ മാർക്ക് കണ്ടെത്താൻ പറ്റും കേട്ടോ. Q1 ഉം Q3 എങ്ങനെയാണെന്നുള്ളത് ഈ Q1 കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ. 11+1 എന്ന് ഇവിടെ n+1 കേട്ടോ. അതേപോലെ ഇവിടെ കണ്ടോ, n+1/4 ഐറ്റം Q3 കാണാനുള്ളത്. ഈ ഇക്വേഷൻ രണ്ടത് പഠിച്ചു വെച്ചാൽ മതി. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ പ്രാഥമികവും തൃതീയവുമായിട്ടുള്ള ചതുർത്ഥം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ബഹുലകവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ എന്താണ്? എല്ലാം ശരിയാണ്. ഫ്രഞ്ച് വാക്കായ മോഡുലാൻ നിന്നാണ് ഇത് ഉരുത്തിരിഞ്ഞു വന്നത്. ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം പ്രചാരത്തിൽ ഏറ്റവും ആകർഷകമായ മൂല്യങ്ങൾ. ഇനി ഒരു സംഖ്യാശ്രേണിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടുന്ന ഇനമാണ് മോഡ്. ഇത് M0 എന്ന ലെറ്റർ കൊണ്ട് പ്രതിനിധാനം ചെയ്യുന്നു. നോക്കൂ, 10 വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് സംബന്ധിച്ച് താഴെ കൊടുത്ത ദത്തങ്ങളിൽ നിന്ന് ബഹുലകം കാണുക. ചോദ്യം വായിക്കാതെ ഓടിച്ചെന്ന് മൊത്തം എടുത്ത് കൂട്ടി അതിനെ ഹരിച്ച് ആ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടാവും, തെറ്റിക്കരുത്. ഓക്കെ, ചോദ്യം ബഹുലകമാണ്. ബഹുലകം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് തന്ന സംഖ്യകളിൽ, നിരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചത്, അതാണ് ബഹുലകം. ഇതൊക്കെ ചോദിച്ചാൽ സുഖമല്ലേ? നിങ്ങൾ നോക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച സംഖ്യ ഏതാ? 10 ആണോ? 24 ആണോ? 12 ആണോ? അല്ല, 27 വന്നിട്ടുണ്ട്. പിന്നെ ഒരു 27 ഉണ്ട്. 27 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇനി 27 കൂട്ടിയിട്ട് അതിനെണ്ണം കൊണ്ടായിരിക്കണോ? അങ്ങനെയും ചിലവരിക്കും 27 ആയിരിക്കണം. അപ്പോൾ ഉത്തരം വരും. സമയം കളയണ്ട, ഇവിടെ എന്ത് ചെയ്യുക? ആവർത്തിച്ച സംഖ്യ എടുത്താൽ മതി. ഇതാ 27 ആൻസർ. ഓക്കെ, യെസ്. ഇവിടുന്ന് ചോദിച്ചൊരു ചോദ്യം, ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപാദനത്തിൽ സഹായകമാകുന്ന കേന്ദ്ര പ്രവണത അളവ് ഏതാണ്? മോഡാണ്. ഓക്കെ, ഇപ്പോൾ ഒരു ഇതൊക്കെ ഈ മോഡൊക്കെ എങ്ങനെ ഇവിടെ ഉപയോഗിക്കാന്ന് ചോദിക്കില്ല. അപ്പോൾ ചോദിക്കുന്ന പോലെ സൈനും കോസും ടാനൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല, ഒരു എന്താ പറയുക, വാട്ടർമെലൻ, തണ്ണിമത്തൻ ഉണ്ടാക്കുന്ന ഒരു ഫാർമർ, അദ്ദേഹത്തിന് പല വലുപ്പത്തിലുള്ള തണ്ണിമത്തൻ ഉണ്ടാവും, വാട്ടർമെലൻ ഉണ്ടാവും. അപ്പോൾ നല്ല വലുതിന് ഇത്ര രൂപ, ഒരു ഇടത്തരം ഇത്ര, ഏറ്റവും ചെറുതിന് ഇത്ര എന്നൊക്കെ പറഞ്ഞൊരു വില വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ ഉള്ളത് ഇടത്തരായിരിക്കും. അപ്പോൾ ഇതൊരു പെട്ടെന്ന് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ അത് അയാൾ പറയുന്നത് ഏറ്റവും വലുതിന് 1-ന് 50, ഇടത്തരത്തിന് 40, ചെറുതിന് 20. അപ്പോൾ അതൊന്ന് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇടത്തരത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊരു 1-ന് 40 വെച്ച് കൂട്ടുക, അല്ലെങ്കിൽ 35 വെച്ച് കൂട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, നമ്മൾ എടുക്കും. ഏറ്റവും കൂടുതലുള്ളത് വെച്ചിട്ട് എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തന്നോളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഉപഭോക്തൃ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് സഹായമാകുന്ന ഏതാണ്? മോഡാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കൂ, ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരും. മിതമാ മട്ടിൽ സന്തുലിതമല്ലാത്ത ഒരു ശ്രേണിയിൽ മാധ്യകവും യഥാക്രമം 26.8ഉം 27.9 ആവുന്നു. അതിൻ്റെ സാധ്യമായ ബഹുലകം ഏതാണ്? ഇപ്പോൾ നമുക്കിവിടെ എംപിരിക്കൽ ഫോർമുലയാണ് വെച്ച് ഉപയോഗിക്കാനും പറഞ്ഞിട്ടുള്ളത്. എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർമുല: ബഹുലകം = 3 മാധ്യകം - 2 മാധ്യം. അപ്പോൾ പലപ്പോഴും നമുക്കിവിടെ സംഭവിക്കുന്നത്, ചിലപ്പോൾ 3 മാധ്യം × 2 മാധ്യകം എന്നൊക്കെ പറഞ്ഞ് ചെയ്യും. അപ്പോൾ ഇത് മലയാളത്തിൽ എഴുതുമ്പോൾ മാധ്യകം എത്ര അക്ഷരമുണ്ട്? ഈ ചില്ലക്ഷരം ഒന്നും കൂട്ടണ്ട,
മാധ്യകം 3 അല്ലേ, മാധ്യോ മാധ്യം 2 അല്ലേ. അപ്പോൾ തന്ന മാധ്യകത്തിനെ 3 കൊണ്ട് ഗുണിക്കുക മൈനസ് മാധ്യത്തിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടോ? അപ്പോൾ മാധ്യകവും മാധ്യവും 26 28. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ മാധ്യകം ഇതിലേതാണ് 27.9 27.9. അപ്പോൾ ഇക്വേഷനിൽ പറഞ്ഞല്ലോ 3 ഇൻറ്റു ഇനി മൈനസ് 2 ഇൻറ്റു മാധ്യം എത്രയാണ് 26.8. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ? എത്രയാണ് വരിക 30.1 അവിടെ ബഹുലകം കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ മാധ്യവും തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാധ്യവും ഏതാണെന്ന് തിരിച്ചറിയണം ആദ്യം കേട്ടോ. പറഞ്ഞിട്ടുണ്ട് മാധ്യകവും. ഇനി മാധ്യകത്തിനെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, മാധ്യത്തിനെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ ആ കിട്ടിയ ആൻസറിനെ മൈനസ് കണ്ടാൽ മതി. ഓക്കെ. ഇനി താഴെ കൊടുത്ത വിതരണ ശ്രേണി നിരീക്ഷിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ 61 കണ്ടോ 3 പ്രാവശ്യം 61 വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 62 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ 2 സംഖ്യകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് എന്ത് നമുക്ക് ബഹുലകം എന്ന് പറയും, ബഹുലക വിതരണം. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഇക്വേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇനി കണ്ടോ താഴെ കൊടുക്കുന്ന വിതരണ നിരീക്ഷിക്കുക. ഇതിൻ്റെ ബഹുലകം കാണാൻ പറയാണ്. എങ്ങനെ ബഹുലകം കാണുക? കാരണം നോക്കുമ്പോൾ എന്തുമില്ല, ഒന്നും ആവർത്തിച്ചിട്ടില്ല. അപ്പോൾ ആ കൺഫ്യൂഷനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, മൊത്തം കൂട്ടുന്നു, എണ്ണ ഇരിക്കുന്നു, അല്ലെങ്കിൽ സംഖ്യകൾ അറേഞ്ച് ചെയ്യുന്നു, അതിൻ്റെ സെൻറ്ററിലുള്ള സംഖ്യ എടുക്കുന്നു. ഒന്നും ചെയ്യണ്ട. അതിൻ്റെ ഉത്തരം എന്താണ്? ഇതിന് ബഹുലകമല്ല. അതാണ് ഉത്തരം. ഓക്കെ. കാരണം മൂല്യങ്ങൾ ആവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്തില്ല, അവിടെ ബഹുലകമില്ല. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തൊരു ചോദ്യം. താഴെ കൊടുത്ത അസന്തത ശ്രേണി, കാരണം ഇത് ഒരു ഇൻഡിവിജ്വൽ സീരീസാണ്. ദത്തങ്ങളിൽ നിന്ന് ബഹുലകം കാണുക. കാരണം സൈസ്, ഒരു ഷൂവിൻ്റെ വലിപ്പം എന്നുണ്ടോ, 5 സൈസുള്ള 3 ഷൂ, 8 സൈസുള്ള 11 എണ്ണം, 10 സൈസുള്ള 24 എണ്ണം, 12 സൈസ് പലതും ആയിക്കോട്ടെ. ഓക്കെ. ഷൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതെന്ത് ചെയ്യണം, അതിൻ്റെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്ത് കാണണം, ദത്തങ്ങളിൽ നിന്ന് ബഹുലകം കാണുക. ഇവിടെ ഇനിയിപ്പോൾ സമയം കളയണോ, L+ എന്നുള്ള ഇക്വേഷനൊക്കെ ഇവിടെ വരുമോ, അല്ലെങ്കിൽ ഇനി ഇതിനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുക്കണോ, അല്ലെങ്കിൽ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്ത് ഇതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, ഒന്നുമില്ല. ഇങ്ങനെ സാഹചര്യങ്ങളിൽ അസന്തത ശ്രേണി, അതിൻ്റെ ബഹുലകം കാണാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഈ ഇനങ്ങൾ നോക്കുക. ഇനങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? 40 അല്ലേ? ആ 40ന് നേരെയുള്ള സൈസ് എടുത്താൽ മതി, 12. അതാണ് ആൻസർ. ഓക്കെ. ഇങ്ങനത്തെ ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നും നോക്കാനില്ല, ജസ്റ്റ് അതിൽ ഏറ്റവും ഹൈറ്റ് വലുത് ഏതാ നോക്കുക, അതിന് നേരെ ഉള്ള വാല്യൂ എടുത്താൽ മതി. ഓക്കെ. ഇനി എന്നാൽ നമ്മുടെ ഈ സന്തത ശ്രേണി കണ്ടോ, ശ്രേണി കാണുമ്പോൾ ഇത് മനസ്സിലാക്കണം, സന്തതമാണോ അസന്തതമാണോ എന്നുള്ളത്, ഇൻഡിവിജ്വൽ ആണോ കണ്ടിന്യൂസ് ആണോ എന്നുള്ളത്. കണ്ടോ ഇതെന്താ, ഇങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ ഉണ്ട്, L+ D1 ഡിവൈഡ് ബൈ D1 + D2. സിമ്പിളാണ്. H നോക്കുക. ഇവിടെ നമ്മളൊരു സംഭവം അപ്ലൈ ചെയ്യാണ്ട് ഏറ്റവും വലുത് ഏതാ ഇതിൽ? ഏറ്റവും വലുത് 15 അല്ലേ? ഓക്കെ. അപ്പോൾ 15ന് നേരെയുള്ള ക്ലാസ് എടുക്കണം, 15ന് തൊട്ട് മുകളിലുള്ള സംഖ്യ എടുക്കണം, 15ന് തൊട്ട് താഴെയുള്ളതും. അപ്പോൾ ഈ D1 എന്ന് പറഞ്ഞാൽ 15ഉം 15നും മുകളിലുള്ള ഈ 15ഉം 12ഉം തമ്മിൽ കുറച്ചതാണ് ഏത്? D1. അതാണ് 3. D2 എന്ന് പറഞ്ഞാൽ ഈ 15ഉം 15 താഴെയുള്ള സംഖ്യ. അപ്പോൾ ഇവിടെയും 12 തന്നെയാണ്, അപ്പോൾ കൺഫ്യൂഷൻ അടിക്കണ്ട, താഴെയുള്ള സംഖ്യയാണ് D2. അത് 3 തന്നെ വരും. H എന്ന് പറഞ്ഞാൽ എന്താ? ഈ 15ന് നേരെയുള്ള ക്ലാസ്, അതാണ് ഏത്? 50 60. ആ ക്ലാസ്സിൻ്റെ വർഗാന്തരാളം H എത്രയാണ്? അതിൻ്റെ ഇൻ്റർവെൽ 10. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ പോരെ? അതിൽ നമ്മൾ എല്ലാം ഏതെടുക്കണം? 50 60 വന്നാൽ ചെറുതെടുക്കണം. 50 + 3 ഡിവൈഡഡ് ബൈ 3 + 3. കാൽക്കുലേറ്ററും പെന്നൊക്കെ കാൽക്കുലേറ്റർ വേണ്ട, പെന്നും പെൻസിലോ പേപ്പറൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്യുക. ഇൻറ്റു 10 50 + 3/6 ടൈംസ് 10. ഇനി 50 + 3ഉം 10ഉം 30 ഹരിക്കണം 6. എത്ര വരും?
30 ഹരിക്കണം 6 5. ഓക്കെ, 50 + 5 55. ആൻസർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വലിയ സംഖ്യ എടുക്കുക. 15 കിട്ടി. ആ 15ന് മേലെയുള്ള സംഖ്യ എന്ന് കുറച്ചാൽ D1 കിട്ടും, 15ന് താഴെയുള്ള സംഖ്യ കുറച്ചാൽ D2 കിട്ടും. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അതൊക്കെ L + D1/D2 D1 + D2 × H. ഓക്കെ, ഇനി അടുത്തത് വ്യതിയാനം എത്രത്തോളം ഉണ്ടെന്ന് പരിമാണത്തിനുള്ള രീതികൾ ഏതെല്ലാം? അതിന് നമ്മൾ റേഞ്ച് ഉപയോഗിക്കുന്നു, ചതുർത്ഥ വിചലനം ഉപയോഗിക്കുന്നു, മാധ്യ വിചലനം, മാനവ വിചലനം. ഇംഗ്ലീഷൊക്കെ പഠിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടർ ഡീവിയേഷൻ, റേഞ്ച്. ഓക്കെ, ഇനി ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഓരോന്നും നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ റേഞ്ച് കാണാൻ ഒരു ഡാറ്റാ സെറ്റിലെ ഏറ്റവും വലിയ മൂല്യവും ഏറ്റവും ചെറിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇനി അതിൻ്റെ ഉപയോഗമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളിവിടെ ഇനി ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്, 1 മിനിറ്റ്. അപ്പോൾ ഇവിടെ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ഡാറ്റാ സെറ്റിലെ ഏറ്റവും വലിയ മൂല്യവും ഏറ്റവും ചെറിയ മൂല്യവും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ചതുർത്ഥ വിചലനം കാണാനുള്ള ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് വായിച്ച് നോക്കുക. ഇനി അടുത്തത് മാധ്യ വിചലനം, മീൻ ഡീവിയേഷൻ കാണാനുള്ളത്. ഓക്കെ, ശരാശരിയിൽ നിന്ന് ഡാറ്റ പോയിന്റുകളുടെ ശരാശരി വ്യതിയാനം എത്രയാണെന്നത് കണക്കാക്കുന്നു. ഓക്കെ, അതേപോലെ ചതുർത്ഥ വിചലനം ആണെങ്കിലോ ഡാറ്റാ സെറ്റിലെ മധ്യഭാഗം 50% മൂല്യങ്ങൾ വ്യാപനം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നു. ഡാറ്റാ സെറ്റിൽ അസാധാരണമായ മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റേഞ്ചിനേക്കാൾ മെച്ചപ്പെട്ട അളവാണ്. മാനവ വിചലനം എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നു? വ്യാപ്തിയുടെ അളവുകളിൽ ഏറ്റവും കൃത്യമായതും ഗണിതശാസ്ത്രപരമായി ഉപയോഗപ്രദവുമായ അളവാണിത്. സ്ഥിതിവിവര കണക്കുകളിലും അനുമാനങ്ങളിലും വളരെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ കാൽക്കുലേഷനിലേക്ക് ഒന്ന് പോകണം. അതിനു മുന്നേ സംഖ്യാസംബന്ധമായ മൂല്യങ്ങൾ നൽകുന്ന അളവുകൾക്ക് പുറമെ ഡാഷ് എന്നൊരു ഗ്രാഫിക്കൽ രീതി കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ലോറൻസ് വക്രം. ഓക്കെ, ഇനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. പറഞ്ഞ പോലെ ഒരു കമ്പനിയുടെ കഴിഞ്ഞ 8 വർഷത്തെ ആദായം താഴെ കൊടുത്തിരിക്കുന്നു. റേഞ്ചും അതിൻ്റെ ഗുണാങ്കവും കണക്കാക്കുക. ഇപ്പോൾ ഇവിടെ റേഞ്ച് കാണാനും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ എന്ത് കാണണം? ഗുണാങ്കം കൂടിയും കാണണം. ഓക്കെ, ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് കൂടി കാണാം. അപ്പോൾ അതിനുള്ള ഇക്വേഷനാണ് എന്ത്? L - S / L + S എന്ന് പറയുന്നത്. ഇനി റേഞ്ച് കാണുന്നതിനൊക്കെ, അപ്പോൾ റേഞ്ച് കാണാനൊന്നുമില്ല, L - S അതാണ് റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ. റേഞ്ച് മാത്രം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 30ആണ്. 30നെ എത്രയെന്ന് കുറക്കുക? വലിയ സംഖ്യയെന്ന്. വലിയ സംഖ്യ ഇതിലേതാ? 230. അപ്പോൾ നമുക്കതെങ്ങനെ വരും? ലോവർ ഇവിടെ L - S സ്മോൾ ലെറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, 230. ഇതിൽ വലുത് എത്രയാണ്? 230. ലോവസ്റ്റ് അതുപോലെ തന്നെ ഏറ്റവും ചെറുത് എത്രയാണ്? 30. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എത്രയാണ് ശരിക്കും? 200ആണ്. പക്ഷെ നമ്മളോട് അതിൻ്റെ റേഞ്ചിൻ്റെ ഗുണാങ്കം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇക്വേഷൻ പ്രകാരം 230 30 കുറച്ച് 200, 230 30 കൂട്ടി 260, അത് തമ്മിൽ ഹരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ കൊടുക്കണം? 200 260 ഹരിക്കണം 200. ഓക്കെ, അപ്പോൾ ഇനി പോയിൻ്റ് സംഖ്യകൾ വരും, കാരണം ഇവിടെ അത് വലിയ സംഖ്യ അല്ലേ. 0 ഇവിടെ അത് കൊടുക്കണം. ഇനി ഏകദേശം 7ൻ്റെ അടുത്ത് വരും. 7 × 260 സംതിങ് അത്ര ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? നമ്മുടെ ഗുണാങ്കം 0.7 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്, 0.77. ഇനി നോക്കൂ, ചതുർത്ഥ വിചലനത്തിൻ്റെയും അതിൻ്റെ ഗുണാങ്കത്തിൻ്റെയും മൂല്യം താഴെ കൊടുത്തിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് കാണുക. അപ്പോൾ എന്ത് കാണണം? നമുക്ക് QD കാണണം. അതാണ് ചതുർത്ഥ വിചലനം എന്ന് പറയുന്നത്, കോഎഫിഷ്യൻ്റ് ഓഫ് ഡീവിയേഷൻ. QD കാണാനുള്ള ഇക്വേഷൻ Q3 - Q1 / 2. Q3 - Q1 / 2.
ഇനി ഇവിടെ ചതുർത്ഥ അന്തർമേഖലയൊക്കെ ഇന്റർ ക്വാർട്ടൽ ഡീവിയേഷനൊക്കെ കാണാൻ Q3 Q1 കുറച്ചാൽ മതി. QDയുടെ ഗുണാങ്കം കാണാൻ Q3 - Q1 / Q1 + Q3 + Q1. ഇവിടെ Q1 Q3 കാണാൻ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. n+1/4 ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7. ഇതിങ്ങനെ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആദ്യം നമ്മളിതിനെ അവരോഹണ ക്രമത്തിലാക്കണം ഡേറ്റ. അപ്പോൾ ആദ്യം ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 12 അല്ലേ? യെസ്, 12. പിന്നെ വരുന്നത് ഏതാണ്? 15. പിന്നെ വരുന്നത് ഏതാണ്? പിന്നെ 20. കറക്റ്റ് അല്ലേ? 20 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 28. 28 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? 30. 30 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാണ്? 40. 40 കഴിഞ്ഞാൽ പിന്നെ 50. ഇനി എത്ര സംഖ്യകളുണ്ട്? 1 2 3 4 5 6 7. ഓക്കെ, ഒറ്റ സംഖ്യയായിട്ട് അവസാനിക്കുകയാണെങ്കിൽ അത് കാണാൻ ഈസിയാണ്. ഇനി n+1/4 എന്ന് പറഞ്ഞാൽ n ഇവിടെ 7 ആണ്. 7 + 1 8. 8/4 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? യെസ്, 7 + 1 2. രണ്ടാമത്തെ ഇനം അതാണ് Q1. രണ്ടാമത്തെ ഇനം ഇതിലേതാ? 15. അപ്പം നമ്മുടെ Q1 കിട്ടി. നമുക്ക് എത്രയാണ്? 15. ഓക്കെ, Q1 15. ഇനി Q2. Q2 എങ്ങനെ കാണും? ഇതാ Q2 കാണാൻ Q2 അല്ല Q3 കേട്ടോ. Q3 കാണാനുള്ള ഇക്വേഷനാണ് 3n+1/4. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ n+1 8. 8/4 × 3. 3 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ 8 24 ഹരിക്കണം 4 6. ആറാമത്തെ ഐറ്റം 1 2 3 4 5 6. ആറാമത്തെ ഐറ്റം 40. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? Q1 കിട്ടി, Q3 കിട്ടി. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? QDയുടെ ഗുണാങ്കം കാണാനാണ് പറഞ്ഞത് അല്ലേ? QDയുടെ ഗുണാങ്കം കാണാൻ Q3 - Q1 / Q3 + Q1 ചെയ്താൽ നമ്മുടെ ഉത്തരം എത്ര കിട്ടും? അതായത് 40 - 15 ഹരിക്കണം 40 + 15. എത്രയാണ് ആൻസർ വരിക? ഇവിടെ 25 ഹരിക്കണം 55. എത്ര ആൻസർ വരും? 0.455. അതാണ് നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത്. കാരണം കോഎഫിഷ്യൻ്റ് ഓഫ് ഡീവിയേഷൻ QD കാണാൻ പറഞ്ഞിട്ടാണ്. ചതുർത്ഥ വിചലനത്തിൻ്റെ അതിൻ്റെ ഗുണാങ്കത്തിൻ്റെ മൂല്യം താഴെ കൊടുത്തിരിക്കുന്ന തത്വത്തിൽ നിന്ന് കാണാനാണ് പറഞ്ഞത്. ഈ ചതുർത്ഥ വിചലനത്തിൻ്റെ QD മാത്രം കാണാനാണ് പറഞ്ഞെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതാ Q3 - Q1. അതായത് നമ്മുടെ എത്രയാണ് വന്നത്? യെസ്, 40 - Q1 എത്രയാണ്? 15 അല്ലേ? ഹരിക്കണം 2. 40 - 15 കുറച്ച് എത്രയാണ് വരിക? 25. 25 ഹരിക്കണം 2. ശരിക്കും QD എത്ര വരും? QD നമുക്ക് കിട്ടുന്നത് 12.5 ആണ്. QD കാണാൻ പറഞ്ഞാൽ QD മാത്രമാണെങ്കിൽ ഓപ്ഷനിൽ 12.5 ഉണ്ടാവും. ഇനി നമ്മളോട് ചതുർത്ഥ അന്തർമേഖല കാണാനാണ് പറഞ്ഞെങ്കിലോ, ഇന്റർ ക്വാർട്ടൽ റേഞ്ച് കാണാനാണ് പറഞ്ഞെങ്കിലോ, Q3 Q1 കുറച്ചാൽ മതി. അതായത് 40 15 കുറച്ചാൽ ഇത് കിട്ടും 25. അതാണ് ഏത്? ചതുർത്ഥ അന്തർമേഖല. ഗുണാങ്കം കാണുന്നത് മനസ്സിലായി, QD കാണുന്നത് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചു നോക്കേണ്ടത് ഒക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഡേറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. Q1 ആദ്യം കാണുന്നു. രണ്ടാമത്തെ ഇനം 15 എടുക്കുന്നു Q1. പിന്നെ Q3 പ്രകാരം നമുക്ക് ആറാമത്തെ ഇനം 40 എടുക്കുന്നു. Q3 കിട്ടി. ഈ Q1നെയും Q3യും ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാണ്. കണ്ടോ? QD കാണാനിവിടെ 12.5. QDയുടെ ഗുണാങ്കം 0.455. ഓക്കെ, ഇക്വേഷനോടെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ കൊടുത്ത തത്വങ്ങളിൽ മാധ്യത്തിൽ നിന്നും മാധ്യവിചലനം കാണുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറക്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഒരു ചോദ്യത്തിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മാധ്യത്തിൽ നിന്നും മാധ്യവിചലനം കാണാനാണ് ചോദ്യം. നമ്മളിവിടെ ഇതേപോലെ കൊടുത്തു. 25 64 84 75 60 70 82 27 30 13 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് ഇതിൻ്റെ
മാധ്യത്തിൽ നിന്നുള്ള മാധ്യവിചലനം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ മാധ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ മാധ്യം കാണാൻ ഇതിൻ്റെ ടോട്ടലിനെ 25, 64, 84, 75, 60, 70, 82, 20 എല്ലാം കൂട്ടിയാൽ നമുക്ക് 510, 530 കിട്ടും. അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. എത്ര വരും? 530 ഹരിക്കണം 10 എന്ന് പറഞ്ഞാൽ 53. ഈ 53 എന്ത് ചെയ്യുക? ഇതിൽ നിന്നൊക്കെ മൈനസ് ചെയ്യുക. 25 മൈനസ് 53, അങ്ങനെ ഇവിടെ 28. അങ്ങനെ എല്ലാ സംഖ്യകളും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട? ചിഹ്നം പരിഗണിക്കണ്ട. ഈ ഡി ഡാഷ് വെച്ച് വരുമ്പോൾ ഇവിടെ ഈ മാധ്യത്തിൽ നിന്നുള്ള മാധ്യവിചലനം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചിഹ്നങ്ങൾ ഇവിടെ ബാധകമല്ല. മൈനസും പ്ലസും ഒന്നും ഇവിടെ ഡയറക്റ്റ് ചെയ്താൽ മതി. 64 53 കുറച്ചാൽ 11, 84 31 കുറച്ചാൽ 31, 53 കുറച്ചാൽ 75 53 കുറച്ചാൽ 22, 60 53 കുറച്ചാൽ 7, 70 53 കുറച്ചാൽ 17, അങ്ങനെ 82 53 കുറച്ചാൽ 29, 27 53 കുറച്ചാൽ 26, 30 57 കുറച്ചാൽ 23, 13 57 കുറച്ചാൽ 40. അപ്പോൾ പറഞ്ഞത് ഇവിടെ ഈ മാധ്യവിചലനത്തിൽ എന്ത് ചെയ്യുന്നില്ല? ചിഹ്നങ്ങൾ ഇവിടെ അവിടെ ബാധകമാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് സിഗ്മ ഡി കിട്ടി. ഇതിൻ്റെയൊക്കെ ടോട്ടൽ എടുത്താൽ മതി. ഇതിൻ്റെയൊക്കെ ടോട്ടൽ 234. ഇനി നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. സിഗ്മ ഡി ബൈ എൻ. സിഗ്മ ഡി എത്രയാണ്? 234. 234 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 23.4 ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയതും ഏറ്റവും ചെറിയ വലിയതും തമ്മിലുള്ള അന്തരമാണ് റേഞ്ച്. 1893 മാനക വിചലന സങ്കല്പം കൊണ്ടുവന്നത് കാൾ പിയേഴ്സൺ ആണ്. അടുത്തത് ഡാഷ് വർഗമൂല വിചലനം റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നും അറിയപ്പെടുന്നു. എന്ത്? മാനക വിചലനത്തെ. കേവല അളവുകൾ ഉൾപ്പെടുന്നതാണ് റേഞ്ചിൻ്റെ ഗുണാങ്കം. ഓക്കെ, അപ്പോൾ ഇവിടെ മാനക വിചലനം വർഗമാധ്യ മൂലവിചലനം എന്നും അറിയപ്പെടുന്നു. കേവല അളവുകൾ ഉൾപ്പെടാത്തതാണ് റേഞ്ചിൻ്റെ ഗുണാങ്കം. മറ്റേതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. റേഞ്ച്, ചതുർത്ഥ വിചലനം, മാധ്യവിചലനം. ആപേക്ഷിക അളവുകളാണ് ഉൾപ്പെടാത്തതാണ് ഇത് നമ്മുടെ മാനക വിചലനം. മറ്റേത് മാധ്യവിചലനത്തിൻ്റെ ഗുണാങ്കം, മാനക വിചലനത്തിൻ്റെ ഗുണാങ്കം, ചതുർത്ഥ വിചലനത്തിൻ്റെ ഗുണാങ്കമൊക്കെ ആപേക്ഷിക അളവുകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഇത് നോക്കുക. സ്കാറ്റർ ഡയഗ്രാം അനുസരിച്ച് സഹബന്ധം ഏതാണ് തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ ഒരു പോക്കിനെ നമുക്കറിയാം ഒരു പോസിറ്റീവ് കർവാണ്. എന്നിട്ട് അതിലുള്ള വാല്യൂസൊക്കെ നിങ്ങൾ നോക്കുക. ഇങ്ങനെ വരുന്നതൊക്കെ പോസിറ്റീവ് സഹബന്ധമായിരിക്കും. പരീക്ഷയ്ക്ക് നമുക്കിത് പ്രതീക്ഷിക്കാം. ഡയഗ്രാം ഒക്കെ തന്നിട്ട് അപ്ലൈഡ് ലെവലിൻ്റെ ചോദ്യങ്ങളിൽ ഈസിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഇതാ നെഗറ്റീവ് സഹബന്ധം. ഇപ്പോൾ ഡിമാൻഡ് കർവ് നെഗറ്റീവ് കർവാന്ന് പറഞ്ഞിട്ടില്ലേ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, എന്നാൽ ഇവിടെ നമുക്കൊരു സഹബന്ധം കാണാൻ കഴിയില്ല. ഒക്കെ ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സഹബന്ധമില്ലാത്ത അവസ്ഥ, കോറിലേഷൻ ഇല്ലാത്ത അവസ്ഥ. ഇതോ കറക്റ്റ് നിങ്ങൾ നോക്കുക, പോസിറ്റീവ്. ആ ലൈനിലൂടെ മാത്രമാണ് അതിൻ്റെ വേരിയബിൾ പോകുന്നത്, അല്ലേ? കറക്റ്റ് ആയിരിക്കും. അത് പോസിറ്റീവ്, പൂർണ്ണ പോസിറ്റീവ് സഹബന്ധമാണ്. അപ്പോൾ ഇതെന്താവും? പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം. കറക്റ്റ് അതിൽ മാത്രമാണ് ആ വാല്യൂസ് വരുന്നത്, ആ ഒരു ലൈനിൽ മാത്രം. പൂർണ്ണ നെഗറ്റീവ് സഹബന്ധം. ഓക്കെ, ഇനി നോക്കുക. ആറിൻ്റെ വ്യത്യസ്ത മൂല്യങ്ങൾക്കുള്ള സഹബന്ധത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികൾ ഏതെല്ലാം? ആറിൻ്റെ മൂല്യം സഹബന്ധം. ഇപ്പം നിങ്ങൾക്ക് ആറിൻ്റെ മൂല്യം -1 ആണെങ്കിൽ ഇത് സിമ്പിളായിട്ട് കണ്ടെത്താം കേട്ടോ. ആറിൻ്റെ മൂല്യം നമുക്ക് കിട്ടിയത്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം കിട്ടിയത് മൈനസ് സംഖ്യയാണെങ്കിൽ, -1 ആണെങ്കിൽ അതെന്താണ്? പൂർണ്ണമായ നെഗറ്റീവ് സഹബന്ധമാണ്. ഇനി കിട്ടിയ ആൻസർ, ആറിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയ 0 ആണെങ്കിൽ സഹബന്ധമില്ല. പൂർണ്ണമായ പോസിറ്റീവ് 1 ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായ പോസിറ്റീവ് സഹബന്ധം ശരിയാണ്. ഇനി ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 0 കൂടുതലും 1 കുറവും. സ്വാഭാവികം എന്താണ്? പോസിറ്റീവ് സഹബന്ധമാണ്. കാരണം കിട്ടിയ ആൻസർ 0 കൂടുതലാണ് പറയാൻ കാരണം ചിലപ്പോൾ ആൻസർ 0.4 എന്നായിരിക്കും, അല്ലെങ്കിൽ 0.2, 0.1, 0.9 ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സഹബന്ധമാണ്, ശരിയാണ്. ഓക്കെ, എന്നാൽ 0 കൂടുതലും 1 കുറവും ഇങ്ങനെ വന്നാൽ എന്താവില്ല? നെഗറ്റീവ് സഹബന്ധമാവില്ല. ഓക്കെ, 0 കൂടുതലും 1 കുറവ് എന്തല്ല? നമ്മൾ പറഞ്ഞു പോസിറ്റീവ് സഹബന്ധമാണെന്ന് പറഞ്ഞു നേരത്തെ. 0 കൂടുതലും 1 കുറവും. ഇനി ഇവിടെ 0 കുറവും 1 കൂടുതലും പോസിറ്റീവ് സഹബന്ധം അല്ല, നമ്മൾ നേരത്തെ അവിടെ കിട്ടിയതാണ്. ഇനി ഇവിടെ 0 കുറവും 1 കൂടുതലും ആണെങ്കിൽ അത് എന്താവും? നെഗറ്റീവ് സഹബന്ധം. ഓക്കെ, യെസ്. അടുത്തത്
തന്നിട്ടുള്ള ദത്തങ്ങളിൽ നിന്നും സമാന്തര മാധ്യത്തിൽ നിന്നുള്ള വ്യതിചലനത്തിൻ്റെ ആകെത്തുക കണക്കാക്കുക. ഇത് നമ്മൾ നേരത്തെ ഞാനൊരു കണക്ക് ചെയ്തില്ലേ, AM-ൻ്റെ കൗതുകകരമായ സവിശേഷത. അത് നിങ്ങളൊന്ന് ചെയ്യുക. സംഖ്യ ഇങ്ങനെ 34. എല്ലാവരും പേപ്പർ മുന്നെടുത്തോളൂ, പോസ് അടിച്ചിട്ട് ചെയ്യുക. 18, 26, 29, 17. എന്ത് ചെയ്യുക? അതിൻ്റെ ടോട്ടൽ എടുക്കുക. ഒരു ടോട്ടൽ കിട്ടൂലേ? ആ കിട്ടിയ ടോട്ടൽ കൊണ്ട് ഇതിൽ നിന്നൊക്കെ മൈനസ് ചെയ്യുക. ഓക്കെ, ആ കിട്ടിയ ടോട്ടൽ ഇതിനൊക്കെ മൈനസ് ഈ എക്സ് എന്ന് ഞാൻ അവിടെ കൊടുത്തിട്ട് ആ എക്സ് വാല്യൂ നിങ്ങൾ കണ്ടെത്തണം. ഇത് മൊത്തം കൂട്ടിയാൽ എത്ര കിട്ടും എന്നുള്ളത്. ഓക്കെ, അതിന് അത് മൈനസ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ നമ്മൾ പോസിറ്റീവ് മൈനസും നോക്കണം. തന്ന സംഖ്യ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നമ്മളോട് അത് പരിഗണിക്കന്നെ വേണം. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, യെസ്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ സൂത്രവാക്യമാണ്? ഈ സൂത്രവാക്യം ഏതിൻ്റെയാണ്? ഇതൊക്കെ +2 ടെക്സ്റ്റ് ബുക്കിലെ അവസാന പേജിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, ഇതിനെ വിചരണത്തിൻ്റെ ഗുണാങ്കം എന്ന് പറയുന്നു. ഇനി ഒരു സീരീസിലെ ഏറ്റവും ഉയർന്നതും ഏറ്റവും താഴ്ന്നതുമായ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് റേഞ്ച്, മേഖല. മാനക വിചലനം എന്ന സങ്കല്പം അവതരിപ്പിച്ചത് കാൾ പിയേഴ്സൺ ആണ്. ഇനി വ്യാപനത്തിൻ്റെ അളവ് ഈ പേരിലും അറിയപ്പെടുന്നു, ദ്വിതീയ ക്രമത്തിൻ്റെ ശരാശരി. പിന്നെ അടുത്തത്, ചതുർത്ഥ വിചലനത്തിൻ്റെ ഗുണാങ്കം. അതിനുള്ള സൂത്രവാക്യം ഏതാണ്? Q3 - Q1 / Q1 + Q2. ഇനി വിചലനത്തിൻ്റെ ഗുണാങ്കം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ /x bar × 100. അനുക്രമമായ ചില നിരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ ആവൃത്തിയോടൊപ്പം ഉരുത്തിരിയുന്ന മൂല്യം ഏതാകുന്നു? ബഹുലകമാകുന്നു, കൂടുതൽ ആവർത്തിച്ചു വരുന്നത്. ഒരു ശ്രേണിയെ 4 ഭാഗങ്ങളായി വിഭജിക്കുന്നതാണ് ഇത് ചതുർത്ഥം. ഓക്കെ, ദശകം 10 ഭാഗങ്ങളാക്കുന്നു, ശതമകം പിന്നെ 100 ഭാഗങ്ങളാക്കുന്നു, മാധ്യകം 2 ഭാഗങ്ങളാക്കുന്നു. ഓക്കെ, മാധ്യകത്തെ രേഖീയമായി അടയാളപ്പെടുത്താവുന്നതിന് എന്തൊക്കെ വേണം? രേഖീയമായിട്ട് അടയാളപ്പെടുത്തണമെങ്കിൽ 2 തോരണങ്ങൾ ഒജീവ് വരക്കണം, അതേപോലെ ലഘു സഞ്ചിത രീതിയിലുള്ള തോരണങ്ങൾ വരക്കണം. ഇപ്പം ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഒരു ഡാറ്റ എന്നിട്ട് അതിൻ്റെ ലെസ് ദാൻ ഒജീവ്, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഒജീവ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വരക്കും. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വേണം? 2 തോരണങ്ങൾ, ഈ ഒജീവ്സ് വേണം. പിന്നെ ലഘു സഞ്ചിത രീതിയിലുള്ള ഒരു തോരണം മാത്രം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വേണം? എയും ബിയും ഈ 2 ആവശ്യമാണ്. ഓക്കെ, എന്നാൽ ആ കറക്റ്റ് സെൻറ്റർ വാല്യൂ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? അതിൻ്റെ മീഡിയനൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, ഇനി ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, 2, 3. നോക്കുക, R-ൻ്റെ മൂല്യം പ്ലസിനും മൈനസിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയാണ്. R പ്രതിലോമമെങ്കിൽ, അതായത് നെഗറ്റീവ് ആണെങ്കിൽ ഒരു ചരത്തിന് വർധനവും മറ്റൊരു ചരത്തിന് വർധനവും കുറവും ഉണ്ടാവും, മറിച്ചും സംഭവിക്കും. ഇനി സ്ഥലബന്ധത്തെക്കുറിച്ച് സഹബന്ധം ഒന്നും പറയുന്നില്ല. ഇനി റാങ്ക് സഹബന്ധ ഗുണാങ്കം വികസിപ്പിച്ചെടുത്തത് കാൾ പിയേഴ്സൺ ആണ് എന്ന് പറഞ്ഞത് തെറ്റാണ്. ആരാണ്? സ്പിയർമാൻ ആണ്. സ്പിയർമാൻ റാങ്ക് സഹബന്ധ ഗുണാങ്കം. ശരിയായ പ്രസ്താവന നോക്കൂ, റാങ്ക് സഹബന്ധ ഗുണാങ്കം വികസിപ്പിച്ചത് സ്പിയർമാൻ ആണ്. ശരി. സവിശേഷതകളുടെ വിചാരണത്തെ പഠിക്കുന്നതിന് പേഴ്സണൽ ഗുണാങ്കം യോജിച്ചതല്ല. ശരിയാണ്. 2 ശ്രേണികളിൽ പ്രതിലോമപരമായ ബന്ധം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചരങ്ങളിൽ ഒന്നിൻ്റെ മൂല്യം കുറയുമ്പോൾ മറ്റേ ചരത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു. ശരിയാണ്. ഇനി സഹബന്ധ ഗുണാങ്കത്തിന് ഇതാ +1 - -1 വ്യതിചലിക്കും അല്ലെങ്കിൽ വ്യതിചലിക്കാം. ഓക്കെ, ഇനി XY ശ്രേണികളുടെ അവയുടെ മാധ്യമങ്ങളിൽ നിന്ന് വിചലനത്തിൻ്റെ ആകെത്തുക, അതായത് ഈ XY 0 ആണെങ്കിൽ സഹബന്ധത്തിൻ്റെ ഗുണാങ്കം 0 ആയിരിക്കും. 0 ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല. ഒരു ചരത്തിൻ്റെ മാറ്റം മറ്റൊരു ചരത്തിലെ മാറ്റത്തിലേക്ക് ഒരു സ്ഥിരാനുപാതം വഹിക്കാൻ ചായ്വ് കാട്ടുമ്പോൾ പ്രവണത സഹബന്ധത്തെ എന്തെന്ന് പറയാം? രേഖീയ സഹബന്ധം എന്ന് പറയാം. ഇനി 2 ചരങ്ങൾ മാത്രം എടുത്ത് പഠിക്കുമ്പോൾ അത് സരള സഹബന്ധം ആണ് എന്നും പറയുന്നു. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നിങ്ങൾ നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന സഹബന്ധങ്ങളുടെ സ്വഭാവം ശരിയായി ചേരുംപടി ചേർക്കുക. ഇപ്പോൾ ഒന്നാമത്തത് 1C ആണ്. ഈ രോമ വസ്തുക്കൾ വിൽപ്പനയെ ദിവസത്തെ താപനിലയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? കാരണം അവിടെ രോമവസ്തുക്കൾ നല്ല തണുപ്പുള്ള സ്ഥലത്ത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അതിന് വിൽപ്പന കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രോമവസ്തുക്കളുടെ വിൽപ്പനയും ദിവസത്തെ താപനിലയെ ബാധിക്കുന്നുണ്ട്. അവിടെ നല്ല താപനില, നല്ല തണുപ്പുണ്ടാവും കേട്ടോ. താപനില വളരെ കുറവാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് C ആണ്, പ്രതിലോമപരമാണ്.
ഓക്കെ. ഇനി സാരിയുടെ വിലയും സ്ത്രീയുടെ ബുദ്ധി സാമർഥ്യവും. ഇത് നിങ്ങൾ നോക്കുക, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം, ഇത് ഞാൻ ഉണ്ടാക്കിയല്ല കേട്ടോ, +2 ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. സാരിയുടെ വിലയും സ്ത്രീയുടെ ബുദ്ധി സാമർഥ്യവും അത് സഹബന്ധമില്ല, അവ തമ്മിലൊരു സഹബന്ധമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇനി പെയ്ത മഴവെള്ളത്തിൻ്റെ വർഷപാതം അളവും ധാന്യവിളയും തമ്മിൽ വാസ്തവികം. ഓക്കെ. ഇനി കോറിലേഷൻ ഗുണാങ്കം 0 ആയാൽ എന്തില്ല? സഹബന്ധമില്ല. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഏകദേശം നമ്മളെല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ആളുകൾ ഡൗട്ട് ചോദിച്ചിരുന്നു അതെങ്ങനെയാണ് ആൻസർ കിട്ടിയത് എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ചോദ്യം കണ്ടോ, 3x1 + 4x2 12 എന്ന ബജറ്റ് ലൈൻ സമവാക്യത്തിൽ x1 x ആക്സിലും x2 y ആക്സിസിലും, ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് x1 എവിടെയാണ്, x ആക്സിലും x2 y ആക്സിസിലും വരച്ചാൽ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും എത്രയായിരിക്കും? ഇപ്പോൾ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഇതാണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് x1 എവിടെ കൊടുത്തു, ഇത് സാധാരണ ഇത് x ആണ്, ഇത് y ആണ്. x1 നമ്മളിവിടെ x ആക്സിസിലും x2 y ആക്സിസിലും അടയാളപ്പെടുത്തിയാൽ ഹൊറിസോണ്ടൽ അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് നമ്മുടെ ചോദ്യം. 3x1 + 4x2 = 12. ഇപ്പോൾ ഇവിടെ x1ൻ്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ മതി, ഈ 3x1 മാത്രം എടുത്താൽ മതി. 3x1 = 12. ഇനി എന്ത് ചെയ്യണം, x1 ഇവിടെ കൊടുത്തു 12/3. ഈ 3 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിവിഷനായി. അപ്പോൾ ആൻസർ എത്രയായി? x1 4. ഓക്കെ. x1 4 കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ x1 4. ഇനി x2 എങ്ങനെ കാണണം? ഇവിടെയുള്ള 4x2 = 12 എന്നില്ല, അതിൽ ആ 4x2 എന്ന് എടുക്കുക. 4x2 = 12. x2 ഇവിടെ നിർത്തുന്നു, ഈ 4ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷനായി. അപ്പോൾ x2ൻ്റെ ആൻസർ നമുക്ക് 3 കിട്ടി. അപ്പോൾ x2 എത്രയാണ്? 3. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇതല്ലേ ഹൊറിസോണ്ടൽ, ഇങ്ങനെ വരക്കുന്നതാണ് ഹൊറിസോണ്ടൽ. ഇതാണ് ഏത്? വെർട്ടിക്കൽ, ലംബമായിട്ട് വരക്കുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് 4, വെർട്ടിക്കൽ എത്രയാണ്? 3. അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിയില്ലേ, C ആണ് ഇവിടെ ആൻസർ. സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇങ്ങനെയുള്ളൊരു ചോദ്യം വന്നാൽ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഈ ഇക്വേഷനിൽ 3x1 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 3x1 മാത്രം എടുക്കുക, പിന്നെ =12, അതായിരിക്കും x1 ഇവിടെ ഹൊറിസോണ്ടൽ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ 4x2 = 12 ix2. അപ്പോൾ x1 x-ലാന്ന് പറയുമ്പോൾ x ആക്സിസ് എപ്പോഴും എന്തായിരിക്കും? ഹൊറിസോണ്ടലാണ്. y ആക്സിസ് വെർട്ടിക്കലും. ഓക്കെ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ C. ഇനി ഇവിടെ ചോദ്യം q = 5x1² × x2. നിങ്ങൾ നോക്കൂ, ഇതൊരു കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഇതൊക്കെ സിമ്പിൾ ചോദ്യം കേട്ടോ. x1² പിന്നെ ഇൻറ്റു ആണ് ഇവിടെ ഉള്ളത്, x2⁴. ഇതനുസരിച്ചിട്ട് മൊത്തം ഉൽപ്പന്നം കാണണം, ടോട്ടൽ ഉൽപ്പന്നം കാണണം, തോതനുസരിച്ചുള്ളതും കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് x1ൻ്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. x1 എത്രയാണ്? 3. x2 എത്രയാണ്? 2. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി. കണ്ടോ, x1 എത്രയാണ് പറഞ്ഞത്? 3⁻². പിന്നെ ഇവിടെ ഇൻറ്റു 2⁻, എങ്ങനെയാണ്? x2ൻ്റെ വാല്യൂ 2⁴ അല്ലേ? അപ്പോൾ 5 × 3⁻6 എന്ന് പറഞ്ഞാൽ 9 ആണ്, 6 അല്ല. 2⁻4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 8 16 അല്ലേ? 16 64. 2 × 2 4, 4 × 2 8, 16 അല്ലേ? യെസ്. ഇപ്പോൾ നമ്മളിത് മൊത്തം കൂട്ടിയാൽ എത്ര കിട്ടും? 9 × 16 അല്ലെങ്കിൽ 9 × 45, 45 16. ഓക്കെ. എത്ര വരും? 5 6 30, ഇഷ്ടം 3, ഇങ്ങനെ 10 15, 4 6 24. മറ്റൊരു കണക്ക് ഞാൻ ഇങ്ങനെ ഇവിടെ തന്നെ മൾട്ടിപ്ലൈ ഉണ്ടായിരുന്നത് മറന്നുപോയി.
ഇനി 5 ഇതാ 4 ഇതാണ് നമ്മളൊക്കെ അവസ്ഥ. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒക്കെ മറന്നു പോകും. 5 4 9 പിന്നെ 790 വരും. ഇവിടെ 25 വരിക. ഓക്കെ, അപ്പോൾ എത്ര വരും? 790 ആയിരിക്കും ആൻസർ വരിക. യെസ്, ഒന്നുകൂടി നോക്കട്ടോ. വെയിറ്റ്. ഓക്കെ, യെസ്, നോക്കിക്കോളാം. നമ്മുടെ ഇക്വേഷൻ പ്രകാരം 5 ഇൻറ്റു x1 എത്രയാണ്? x1 3 2 ഇൻറ്റു പിന്നെ എത്ര വരും? x2 എത്രയാണ്? 2 4. അപ്പോൾ 5 ഇൻറ്റു 9 ഇൻറ്റു 16 എത്ര വരും? ആൻസർ 720 ആവും. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 720. അപ്പോൾ 720 നിങ്ങൾ നോക്കുക, എല്ലാ ഓപ്ഷനിലും എന്തുണ്ട്? ഈ 720 ഉണ്ട് അല്ലേ? എന്നാൽ ഇനി കാണേണ്ടത് തോതനുസരിച്ചുള്ള പ്രത്യയം. എങ്ങനെയാണ് റിട്ടേൺ ടു സ്കെയിൽ കാണുക? റിട്ടേൺ ടു സ്കെയിൽ നമുക്കറിയാം 3 എണ്ണം ഉണ്ട്. ഒന്ന് ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ, ഒന്ന് കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ, ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ. അതായത് ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ആൻസർ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ, 1 ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ് റിട്ടേൺ സ്കെയിൽ, കിട്ടിയ ആൻസർ 0.something ഒക്കെ ആണെങ്കിൽ ഡിക്രീസ് റിട്ടേൺ ടു സ്കെയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ട ആൻസർ ഈ ഏതാണെന്ന് അറിയണം. അതിനൊന്നും ചെയ്യാനില്ല. ക്വസ്റ്റ്യനിൽ ഇവിടെ കണ്ടോ x1, അതുപോലെ തന്നെ x1 റൈസ് ടു എങ്ങനെയാണ്? x1 റൈസ് ടു 2 പിന്നെ x2 റൈസ് ടു 4 എന്നല്ല കൊടുത്തത്. ഈ 2 4 കൂട്ടുക. 2 4 കൂട്ടി എത്ര കിട്ടും? 6 കിട്ടും അല്ലേ? ഈ 6 എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ വലുതല്ലേ അല്ലേ? 6 ഗ്രേറ്റർ ദാൻ 1. 6 ഒന്നിനേക്കാൾ വലുതാണ്. അതുകൊണ്ട് ഇതെന്താണ് ആൻസർ? കണ്ടോ, ഇത് നമ്മൾ ആൻസർ എടുക്കും. ഉൽപ്പന്നം 720 പ്രത്യയം 6 ഗ്രേറ്റർ ദാൻ 1. ഇൻക്രീസ് റിട്ടേൺ ടു സ്കെയിൽ. എങ്ങനെ ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ 1 എടുത്തത്? നമ്മൾ എടുക്കാനുള്ള കാരണം 6 ഒന്നിനേക്കാൾ വലുതാണ്. അതവിടെ കൊടുത്തത് 6 ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പറഞ്ഞ പോലെ ഇത് വലിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ പറയാനുള്ളത് ടോപ്പിക് അനുസരിച്ച് എന്ത് ചെയ്യുക? മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നന്നായിട്ട് നോക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനി മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ പിന്നെ ഇത് ക്ലാസ് എടുക്കും. മനസ്സിലാവാത്ത ഏരിയ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പേപ്പറും പെന്നൊക്കെ വെച്ച് ഇത് ഒന്നുകൂടി ക്ലാസ് കേൾക്കേണ്ട ആളുകൾ ഒന്നുകൂടി കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.